Good morning everyone. Welcome to Ada 24/7 Malayalam channel. Namaskaram, എൻ്റെ പേര് റിൻഡു സെബാസ്റ്റ്യൻ. അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഹിന്ദു എഡിറ്റോറിയൽ ഓഫ് 8th December 2021. അപ്പോൾ ഡെയിലി ഹിന്ദു എഡിറ്റോറിയൽ അനാലിസിസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഐ എം സോ സോറി, ഞാൻ നിങ്ങളുടെ ഇത് കണ്ടു. ഞാൻ ഇന്ന് എണീറ്റപ്പോൾ ഇച്ചിരി താമസിച്ചു പോയിട്ടോ, അതുകൊണ്ടാണ്. അല്ലാതെ മറന്നു പോയിട്ടൊന്നുമല്ല. നിങ്ങളങ്ങനെ മറന്നു പോവോ? ഞാൻ ഇല്ല, എഡിറ്റോറിയൽ അങ്ങനെ മിസ്സാക്കൂല. അപ്പോൾ ഇന്നൊരു ചെറിയൊരു മനസ്സിലായോ, തണുപ്പിൻ്റെയൊക്കെ ആയിട്ട് എണീക്കാനൊരു മടി, ദാറ്റ്സ് ഇറ്റ്, അത് മാത്രമായിരുന്നു. ഒരു സ്റ്റാർട്ടിങ് ട്രബിൾ. സോ ലെറ്റ് സ്റ്റാർട്ട് വിത്ത് ഇംഗ്ലീഷ് വൊക്കാബ്, ഗ്രാമർ സ്ട്രക്ചേഴ്സ് ഒക്കെ നോക്കാം ഇന്ന് ആർട്ടിക്കിൾസിലെ. അതിനുശേഷം നമ്മൾ നേരെ ആദ്യമേ ഇഡിയംസ് ആൻഡ് ഫ്രേസസ്, ദെൻ ആർട്ടിക്കിളെ പറ്റി ചെറുതായിട്ടൊന്ന് പറയുമായിരുന്നല്ലോ. അത് കഴിഞ്ഞിട്ട് സിനോണിംസ്, ആന്റണിംസ്, റിലേറ്റഡ് വേർഡ്സ്. പിന്നെ നമ്മൾ അനാലിസ് ചെയ്യുന്നു ആർട്ടിക്കിൾ, ഇമ്പോർട്ടൻ്റ് ആർട്ടിക്കിൾ ഏതാണെന്നുള്ളത് നോക്കുന്നു. ദെൻ സ്പോട്ട് ദർ ക്വസ്റ്റ്യൻസ്, ഹോംവർക്കും ഇന്നലത്തെ നോക്കുകയും ചെയ്യും. ദാറ്റ്സ് ഇറ്റ്. അപ്പോൾ നിങ്ങൾക്ക് കോംപ്രിഹെൻസീവ് ഇംഗ്ലീഷ്, അത് ഡിസ്ക്രിപ്റ്റീവ് ഇംഗ്ലീഷ്, നിങ്ങളുടെ കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷ് ഒക്കെ ഇമ്പ്രൂവ് ചെയ്യാനും വൊക്കാബ് ഇമ്പ്രൂവ് ചെയ്യാനും ഗ്രാമർ ഇമ്പ്രൂവ് ചെയ്യാനും നിങ്ങൾക്ക് ഈ സെഷൻ ഉപകാരപ്പെടും. സോ ലെറ്റ് സ്റ്റാർട്ട്, ഡോണ്ട് വേസ്റ്റ് യുവർ ടൈം. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ നമ്മുടെ ടെസ്റ്റ് സീരീസിനും ബുക്സിനും ഇ ബുക്സിനും 10% ഡിസ്കൗണ്ട് ഇതുവരെ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഫ്ലാഷ് സെയിലുണ്ട്, 12% ഡിസ്കൗണ്ട് ഇപ്പോൾ ഉണ്ട്. ആർക്കെങ്കിലും ടെസ്റ്റ് സീരീസ് കോഴ്സിൻ്റെ ഇടയിൽ ടെസ്റ്റ് സീരീസ് ഒക്കെ പർച്ചേസ് ചെയ്തിട്ടൊന്ന് ചെയ്ത് നോക്കണമെന്ന് ആഗ്രഹമുണ്ട്, ടെസ്റ്റ് സീരീസ് പർച്ചേസ് ചെയ്യാം. ഇ ബുക്ക് വേണ്ടവരും പർച്ചേസ് ചെയ്യാം കേട്ടോ. 12% ഡിസ്കൗണ്ട് ഉണ്ട്. Y314 എന്നാണ് നമ്മുടെ കോഡ്, Y314. അപ്പോൾ നമ്മുടെ ഹൈക്കോർട്ട് അസിസ്റ്റന്റിന്റെ ബാച്ച്, ലാസ്റ്റ് ബാച്ച് ഇപ്പോൾ നമ്മുടെ പ്രാക്ടീസ് ബാച്ച് ഇപ്പോൾ ലൈവിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ താല്പര്യമുള്ള ജോയിൻ ചെയ്യാം. +2 മെയിൻസിന്റെ ബാച്ച് ഉടനെ തന്നെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാണ്. സ്പെഷ്യൽ ടോപ്പിക്സും എല്ലാം കൂടെ അടങ്ങുന്ന നമ്മുടെ ബാച്ച്. ഓക്കെ, അപ്പോൾ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ ജോയിൻ ചെയ്യാം. അതുപോലെ തന്നെ കേറ്ററ്റിന്റെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ഉടനെ തന്നെ. അതുപോലെ നമ്മുടെ KS-ൻ്റെയും നമ്മൾ ഒരുപാട് അഡ്മിഷൻസ് ഒക്കെ നമ്മളിപ്പോൾ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിരിക്കുകയാണ്. അതുപോലെ ബിവറേജസ് കോർപ്പറേഷൻ, മുനിസിപ്പൽ കോമൺസ് LD കോഴ്സുകൾക്ക് വേണ്ടിയിട്ടും നമ്മൾ ക്ലാസ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. എൻ്റെ ക്ലാസ്സുകളും ഉടനെ തന്നെ സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ താല്പര്യമുള്ളവർ ജോയിൻ ചെയ്യാൻ മറക്കണ്ട. ഓക്കെ, മൂവിങ് ഓൺ ടു ടുഡേയ്സ് കോട്ട്. നെവർ സേ ഐ കാൺട്ട്, ഓൾവേസ് സേ ഐ വിൽ ട്രൈ. അല്ലേ, എന്നെ കൊണ്ട് പറ്റില്ല എന്ന് പറഞ്ഞ് ഇന്ന് കിടന്നിട്ടുണ്ടെങ്കിൽ നീ നമ്മൾ എണീറ്റിരുന്നു എഡിറ്റോറിയൽ ചെയ്യുമായിരുന്നോ? ഇല്ല. സോ ബട്ട് യു സേ ഓൾവേസ് ഐ വിൽ ട്രൈ. ഓക്കെ, ഞാൻ ട്രൈ ചെയ്യാം എന്ന് പറയണം കേട്ടോ. അപ്പോൾ നമ്മുടെ മനസ്സിൽ എന്താ, നമുക്ക് മടിയൊക്കെ തോന്നും എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാനൊക്കെ. പക്ഷെ ഒരിക്കലും പറയരുത് എന്നെ കൊണ്ട് പറ്റില്ല എന്ന് പറയരുത്. സോ ഇൻസ്റ്റെഡ് എന്ത് പറഞ്ഞാൽ മതി? ഐ വിൽ ട്രൈ, ശ്രമിക്കാം എന്ന് പറയാം. ആൻഡ് ശ്രമിച്ചോണം കേട്ടോ, ശ്രമിക്കാതിരിക്കരുത്. ഹായ്, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഓക്കെ, ഗുഡ് മോർണിംഗ് എവരി വൺ. ലെറ്റ് സ്റ്റാർട്ട്. താമസിപ്പിക്കേണ്ട കേട്ടോ. അപ്പോൾ നമുക്ക് ഇന്നത്തെ ആർട്ടിക്കിൾ ഏതൊക്കെയാണെന്ന് നോക്കാം. 2 ആർട്ടിക്കിളാണ് വന്നിരിക്കുന്നത്. ഒന്ന് നമ്മുടെ ഇന്ത്യയുടെ ഇന്ത്യ ജയിച്ചു ന്യൂസിലൻഡുമായിട്ടുള്ള ടെസ്റ്റിൽ, ക്രിക്കറ്റിൽ ഇന്ത്യ ജയിച്ചതിനെ പറ്റിയൊരു ആർട്ടിക്കിളുണ്ട് ഒബ്വിയസ്ലി. ബട്ട് അതിനേക്കാൾ ഇമ്പോർട്ടൻ്റ് ആയ വേറൊരു ആർട്ടിക്കിൾ നമുക്കുണ്ട്. ഇന്ത്യ റഷ്യ തമ്മിലുള്ള ടൈസ്, ഇന്റർനാഷണൽ റിലേഷൻഷിപ്പ്, ഇന്ത്യയുടെ ഇന്റർനാഷണൽ റിലേഷൻഷിപ്പിനെ പറ്റിയൊരു ആർട്ടിക്കിളുണ്ട്. സോ അതൊരു ഇമ്പോർട്ടൻറ്റ് കാര്യമാണ്. കാരണം നമുക്ക് SAയിലൊക്കെ അങ്ങനെ ഒരു ചോദ്യം വന്നാൽ നമുക്കത് എഴുതാൻ ഇമ്പോർട്ടൻ്റ് ആയിരിക്കും. അപ്പം അത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് അനലൈസ് ചെയ്ത് നോക്കാം. എങ്ങനെയാണ് ഓതറിൻ്റെ പെർസ്പെക്റ്റീവ് എന്താണെന്നൊക്കെ നമുക്കൊന്ന് നോക്കാം. സോ ദാറ്റ്സ് വാട്ട് വി ആർ ഗോയിങ് ടു ഡിസ്കസ് ടുഡേ. അപ്പോൾ നമ്മളിന്ന് ആദ്യമേ ഇഡിയംസ് ആൻഡ് ഫ്രേസസ് നോക്കുകയാണ്. ആ ഇഡിയംസ് ആൻഡ് ഫ്രേസ് അധികം ഒന്നുമില്ല കേട്ടോ, നമ്മുടെ 2 ആർട്ടിക്കിളുമായിട്ടും അധികമില്ല. ബട്ട് വൊക്കാബ്സ് ഒരുപാടുണ്ട്, ഒരുപാട് വൊക്കാബ്സ് ഉണ്ട്. അപ്പോൾ നമുക്ക് അത് നോക്കാം. അതിന് മുൻപ് നമുക്ക് ഇഡിയംസ് ആൻഡ് ഫ്രേസസ്. അപ്പോൾ ആദ്യത്തെ ഇഡിയം പിടിച്ചോളൂ, സി ഐ ടു ഐ. നേർക്ക് നേരക്കാണ് എന്താണോ സി ഐ ടു ഐ. സി ഐ ടു ഐ എന്ന് പറഞ്ഞാൽ ഇത്രേ ഉള്ളൂ, എഗ്രി വിത്ത് സംവൺ, ആരും അല്ലെങ്കിലുമായിട്ട് എഗ്രി ചെയ്യാം. മനസ്സിലായോ? അല്ലെങ്കിൽ ഹാവിങ് സെയിം ഒപ്പീനിയൻ വിത്ത് സംവൺ, ഒരാളുമായിട്ട് സെയിം ഒപ്പീനിയനിലാണ് അല്ലെങ്കിൽ ഒരാളുമായിട്ട് എഗ്രി ചെയ്യുക, അതിന് നമ്മൾ പറയുന്നവരാണ് സി ഐ ടു ഐ. ഓക്കെ, അപ്പോൾ നമുക്ക് പറയാം, ഫോർ എക്സാമ്പിൾ, മൈ മദർ ആൻഡ് ഐ നെവർ സി ഐ ടു ഐ അബൌട്ട് ദി ഫാമിലി മാറ്റേഴ്സ്, സംതിങ് ലൈക്ക് ദാറ്റ്. എന്തും പറയാം. നെവർ എന്ന് പറയുമ്പോൾ നെഗറ്റീവിലോട്ട് ഞാൻ വന്നു, ഇല്ലെങ്കിൽ എഗ്രി വിത്ത് സംതിങ് എന്നുള്ള രീതിയിൽ യു ക്യാൻ സേ. ഓക്കെ, പോസിറ്റീവ് ആണെങ്കിൽ എഗ്രി വിത്ത് സംതിങ്. ഓൾ റൈറ്റ്, ക്ലിയർ ആക്കുക, നോക്കുക. ഓൾ റൈറ്റ്, അപ്പോൾ സെന്റൻസുകൾ പോരട്ടെ. അടുത്ത് നോക്കിയേ, ഹോൾഡ് ഫേം ടു സംതിങ്. എന്തെങ്കിലും ഒരു കാര്യം മുറുകെ പിടിക്കാം. ഒരു കാര്യം മുറുകെ പിടിക്കുക എന്ന് പറയുമ്പോൾ ലിറ്ററലി മുറുകെ പിടിക്കുക എന്നല്ല, അതൊരു ഇഡിയമാറ്റിക് എക്സ്പ്രഷൻ ആണ്. ഹോൾഡ് ഫേം ടു സംതിങ് എന്ന് പറഞ്ഞാൽ, മുറുകെ പിടിക്കുക എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? കണ്ടിന്യൂ ടു ബിലീവ് ഇൻ സംതിങ്. വിശ്വസിക്കുകയാണ് ഒരു കാര്യത്തിൽ, കണ്ടിന്യൂ ചെയ്യും, വിശ്വസിക്കുകയാണ്, മുറുകെ അങ്ങ് ആ വിശ്വാസം മുറുകെ പിടിക്കില്ല നമ്മളൊരു കാര്യത്തിൽ. ദാറ്റ്സ് ഇറ്റ്. ഓർ സപ്പോർട്ട് സംതിങ്, എന്തെങ്കിലും ഒരു കാര്യത്തിൽ നമ്മൾ സപ്പോർട്ട് ചെയ്യാണ്, അല്ല ഒരു കാര്യത്തിൽ നമ്മൾ വിശ്വസിക്കുകയാണ്, വിശ്വാസം അർപ്പിക്കുക, അതിനെ ഹോൾഡ് ഫേം ടു സംതിങ് എന്ന് പറയും. ഓൾ റൈറ്റ്, ഓർത്ത് വെച്ചോണേ, മറന്നു പോയത്. ഹോൾഡ് ഫേം ടു സംതിങ് എന്ന് പറഞ്ഞാൽ ഹോൾഡിന്റെ പാസ്റ്റ് ടെൻസ് ഹെൽഡ് കേട്ടോ, ഓർത്ത് വെക്കുക. അപ്പോൾ ഹോൾഡ് ഫേം ടു സംതിങ് എന്ന് പറഞ്ഞാൽ കണ്ടിന്യൂ ടു ബിലീവ്, വിശ്വാസം അർപ്പിക്കുക അല്ലെങ്കിൽ സപ്പോർട്ട് ചെയ്യുക എന്നൊക്കെയാണ്. ഓർക്കുക, എനിത്തിങ് എന്തും ആയിക്കോട്ടെ.
I could not see eye to eye with the special argument they made yesterday. Sorry, specious argument, okay? All right. Great. The opposition party never sees eye to eye with the ruling party. Great, yes. Okay, അടുത്ത നോക്കിയേ, refer to somebody. റെഫർ ചെയ്യാന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? റെഫർ ചെയ്യാന്ന് പറഞ്ഞാൽ രണ്ടർത്ഥം ഇതുണ്ട്. റെഫർ എന്ന വാക്കിന്റെ അർത്ഥം നമ്മളൊരു കാര്യം പരിശോധിക്കുകയാണ്, ലുക്ക് ഇൻ ടു സംതിങ്, റെഫർ ചെയ്യുക എന്നുള്ള അർത്ഥം. എന്നാൽ റെഫർ ടു സംതിങ് എന്ന് പറയുമ്പോൾ നമ്മൾ എന്താ പറയുക? റെഫർ ടു സംതിങ് എന്ന് പറഞ്ഞാൽ ഒരു കാര്യത്തെ നമ്മൾ മെൻഷൻ ചെയ്യാണ്. റെഫർ ടു സംബഡി എന്ന് പറഞ്ഞാൽ സംതിങ് എന്ന് പറഞ്ഞാൽ ഓർക്കുക, മെൻഷൻ ഓർ സ്പീക്ക് അബൌട്ട് സമ്മൺ. ഒരാളെ പറ്റി നമ്മൾ മെൻഷൻ ചെയ്യുന്നു, അല്ലെ അയാളെ പറ്റി നമ്മൾ സംസാരിക്കുകയാണെങ്കിൽ അതിന് പറയും റെഫർ ടു സംബഡി. അത് ട്രാൻസിറ്റീവ് ആണ്, ഇൻട്രാൻസിറ്റീവ് ആണ്. റെഫർ സംതിങ് എന്ന് പറഞ്ഞാൽ പറയാറുണ്ട് നമ്മൾ ഒരു കാര്യം റെഫർ ചെയ്യാന്നുള്ളത്. അപ്പൊ എന്നാൽ റെഫർ ടു സംബഡി എന്ന് പറയുമ്പോൾ വേറെ മീനിങ് ആണ്, മെൻഷൻ ഓർ സ്പീക്ക് അബൌട്ട് സം വൺ എന്നാണ് അർത്ഥം, ഓർ സംബഡി. ഓർത്ത് വെക്കുക കേട്ടോ. നൗ ദ ജനറേഷൻ don't see, the new generation don't see eye to eye. New generation ഒറ്റല്ലേ, ജനറേഷൻ ഒന്നല്ലേ, doesn't see eye to eye with their parents. അങ്ങനെ കൊടുക്കുക കേട്ടോ ജീന, കാരണം ജനറേഷൻസ് അല്ല, ജനറേഷനെ പറ്റിയല്ല പറയുന്നത്, അപ്പോൾ സിംഗുലർ ആണ്, അപ്പോൾ ഡസൻറ്റ് കൊടുക്കുക. I could not see eye to eye with Ram, for he failed to support my idea. All right. Okay, our teachers always see eye to eye with student matters. All right, great. Kerala government is blindly holding firm to the strength of Mullaperiyar Dam. All right, okay, great. Our idioms and phrases മൂന്നെണ്ണുള്ളൂ, ഓർത്തിട്ട് എളുപ്പമാണ്. See eye to eye, hold firm to something, and refer to somebody. സിമ്പിൾ ആണെന്ന് വിശ്വസിക്കുകയാണ്. Moving on to today's synonyms, antonyms, related words. നോക്കാം ഇന്നത്തെ റിലേറ്റഡ് വേർഡ്സും സിനോണിംസും ഒക്കെ നോക്കി. ആദ്യത്തെ വാക്ക് റോബസ്റ്റ്. നമ്മൾ ടൈറ്റിൽ സ്റ്റാർട്ട് ചെയ്യുന്നത്, നമ്മുടെ എഡിറ്റോറിയലിലെ ആർട്ടിക്കിൾ, ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ആർട്ടിക്കിളിലെ സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ റോബസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ട്. റോബസ്റ്റ് നിങ്ങൾക്ക് എല്ലാവർക്കും ഓർമ്മയുള്ളതായിരിക്കും. നമ്മുടെ പ്രേമം എന്ന മൂവിയിൽ നമ്മുടെ വിനയ് ഫോർട്ട് പറയുന്നുണ്ട് റോബസ്റ്റ് ആണ് എന്നല്ല പറയില്ലേ, റോബസ്റ്റ് ആണെന്ന് പറയുമ്പോൾ റോബസ്റ്റ് എന്താ സാറേ, റോബസ്റ്റ് പഴമാണെന്നൊക്കെ ചോദിക്കുന്നുണ്ടോ ഇല്ലേ, അപ്പോൾ അത് ഓർമ്മയുണ്ടായിരിക്കും. റോബസ്റ്റ് എഞ്ചിനീയറിംഗ് ഫീൽഡിലുള്ളവർക്കൊക്കെ റോബസ്റ്റിനെ പറ്റി നന്നായിട്ട് അറിയായിരിക്കും. സോ റോബസ്റ്റ് മീൻസ് സ്ട്രോങ്, നല്ല സ്ട്രോങ് ആയിട്ടുള്ള, പവർഫുൾ ആയിട്ടുള്ള, സ്റ്റേഡി ആയിട്ടുള്ള, വിഗറസ് ആയിട്ടുള്ള ആണെങ്കിൽ യു ക്യാൻ സേ റോബസ്റ്റ്. റോബസ്റ്റ് റിലേഷൻഷിപ്പ് എന്ന് കേട്ടിട്ടുണ്ടാവായിരിക്കും. റോബസ്റ്റ്, ദാറ്റ്സ് ഇറ്റ്. റോബസ്റ്റ് എന്ന് പറയുമ്പോൾ സ്ട്രോങ് എന്നാണ് അർത്ഥം. ഓക്കെ, വിഗറസ്, ലൈവ്ലി, വളരെ എനർജറ്റിക് ആയ, ലൈവ്ലി ആയിട്ടുള്ള, സ്റ്റേഡി, നല്ല ഉറപ്പുള്ള, പവർഫുൾ, സെയിം രീതിയിൽ ഓർത്ത് വെച്ചോളാം. ഓക്കെ യാ, ജാവ ഇസ് റോബസ്റ്റ്. അതെ, യാ. The fanatics hold firm to religion. Yes, they do. I hold firm to my belief that I can pass a government exam. Great, Justin. The doctor checked his scanning report and referred to a neurologist. Referred to, mentioned a neurologist. Referred to, yes. India and its neighboring countries, so eye to eye in relation to the Afghan peace talks. Yes. I never see eye to eye his അങ്ങനെ പറയണ ഷിബില, ഐ നെവർ സി ഐ ടു ഐ വിത്ത് ദിസ് പാട്രിയാർക്കൽ കോൺസെപ്റ്റ്. ഒന്നെങ്കിൽ അവൻ ആരുമായിട്ട് ഇല്ലെങ്കിൽ ആരുമായിട്ടാണെങ്കിൽ വിത്ത് എന്ന് കൊടുക്കും. ഇനി ആരുമായിട്ടല്ല, എന്തെങ്കിലും ഒരു കാര്യത്തെ പറ്റിയാണെങ്കിൽ അബൌട്ട് സംതിങ് എന്ന് കൊടുക്കാം. ഐ ടു ഐ അബൌട്ട് സംതിങ്, അല്ലെങ്കിൽ ഒരാളെ പറ്റിയാണെങ്കിൽ ഐ ടു ഐ വിത്ത് സംതിങ് എന്ന് കൊടുക്കാം. സംബഡി, വിത്ത് സംബഡി. ഓക്കെ, ദാറ്റ്സ് ഇറ്റ്. യെസ്. അടുത്ത എന്താണ്? The Nagaland MP referred to the army firing issue in the Lok Sabha Assembly. Okay. One must hold firm to oneself to achieve success in one's life. All right. Okay. We should stood VPR. We should is a model. Modelന് ശേഷം എപ്പോഴും എന്താ വരേണ്ടത്? V1 ആ വരേണ്ടത്. അപ്പൊ we should stand വേണം. Stood വരരുത് കേട്ടോ. Sorry. V1 വരണം. Verb first form, infinite form. We should stand robust in all bad situation. Okay, the company is taking a more robust approach to management. Okay, I believe in robust relationship. Okay, Spider-Man is robust among the superheroes. Okay, hi Umbu, good morning. Yes, let's start with the next one. And grim, അടുത്ത വാക്ക് grim. Grim എന്ന് പറയുമ്പോൾ തന്നെ ഓർക്ക് ഒരു മൂഡി ആയിട്ടുള്ള grim അവസ്ഥ എന്ന് പറയുമ്പോൾ ഓർത്ത് വെക്കുകയാണ്. Serious, grim, serious, gloomy, dismal, bleak, stern എന്നൊക്കെയാണ് grim എന്ന വാക്കിന്റെ അർത്ഥം. നെഗറ്റീവ് മീനിങ് ആണ്. ഗ്രിം എന്ന് പറഞ്ഞാൽ നെഗറ്റീവ്ലി സീരിയസ് ആണ് കേട്ടോ. നെഗറ്റീവിലാണ്. സീരിയസ് എന്ന് പറയുമ്പോൾ നമ്മൾ സീരിയസ് ആയ കാര്യമാണ് എന്നല്ല. ഗ്രിം എന്ന് പറഞ്ഞാൽ വളരെ സീരിയസ് ആയിട്ടുള്ള മൂകമായ ഒരു അവസ്ഥ. ദാറ്റ് ഇസ് ഗ്രിം. ഓക്കെ, ഗ്രിം ഡേ. വൈ ഡു യു ലുക്ക് സോ ഗ്രിം ടുഡേ?
എന്താ നിന്നെ ഇന്ന് കണ്ടു ഭയങ്കര ഒരു മൂടിയായിട്ടിരിക്കുന്നത്, വാട്ട് ഹാപ്പൻഡ്? നെക്സ്റ്റ് വൺ ഇസ് പ്രോസ്പെക്ട്. പ്രോസ്പെക്ട് എന്ന് പറഞ്ഞാൽ നൗൺ ആയിട്ടും വേർബ് ആയിട്ടും നമ്മൾ ഉപയോഗിക്കും. പ്രോസ്പെക്ട് എന്ന് പറഞ്ഞാൽ ലൈക്ലിഹുഡ്, പോസിബിലിറ്റി. ഓക്കെ, ലൈക്ലിഹുഡ് എന്ന് പറഞ്ഞാൽ ഒരു പോസിബിലിറ്റി ഉണ്ട്, ചാൻസ് ഉണ്ട്. നൗൺ. ഓക്കെ, ഹോപ്പ്, എക്സ്പെക്ടേഷൻ. ഓക്കെ, നടക്കാമായിരിക്കും, ചാൻസ് ഉണ്ടല്ലോ. എക്സ്പെക്ടേഷൻ, ആന്റിസിപ്പേഷൻ, എക്സ്പെക്ടേഷൻ എന്നൊക്കെ പറയും പ്രോസ്പെക്ട്. അതല്ലാതെ പ്രോസ്പെക്ട് എന്ന് പറഞ്ഞാൽ നൗൺ ആയിട്ട് കാൻഡിഡേറ്റ് എന്നൊരു അർത്ഥമുണ്ട്. യു ആർ എ ഗുഡ്, യു ആർ എ പെർഫെക്റ്റ് പ്രോസ്പെക്ട് ഫോർ അവർ ജോബ്. ഓക്കെ, ഞങ്ങളുടെ ജോബിന് പറ്റിയ ഒരു കാൻഡിഡേറ്റ് ആണ് നീ. യു ആർ എ പെർഫെക്റ്റ് ദ പ്രോസ്പെക്ട് ഫോർ ദി ഇലക്ഷൻ. ഇലക്ഷൻ മറ്റൊരു കാൻഡിഡേറ്റാണ് പ്രോസ്പെക്ട്. ഓക്കെ, വേർബായിട്ട് പറയുമ്പോൾ ഇൻസ്പെക്ട്, എക്സാമിൻ എന്നൊക്കെ അർത്ഥമുണ്ട്. ഓർത്ത് വെച്ചോളാം. ഇൻസ്പെക്ട്, എക്സാമിൻ എന്നൊക്കെ പ്രോസ്പെക്ട് എന്ന വേർബിന്റെ അർത്ഥമുണ്ട്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ഓർത്ത് വെച്ചോളാം. ഓക്കെ, പ്രോസ്പെക്റ്റിന് നൗൺ ആയിട്ട് 2 മീനിങ് ഉണ്ട്. ഒന്ന് ചാൻസ്, എക്സ്പെക്ടേഷൻ, അങ്ങനെയുള്ള പോസിബിലിറ്റി എന്നുള്ള അർത്ഥം, അല്ലെങ്കിൽ കാൻഡിഡേറ്റ് എന്നൊരു അർത്ഥമുണ്ട്. നെക്സ്റ്റ് വൺ പ്രോസ്പെക്ട് എന്ന വേർബിന്റെ അർത്ഥം ഇൻസ്പെക്ട് ചെയ്യുക, എക്സാമിൻ ചെയ്യുക എന്നൊക്കെ ഉണ്ട്. ഓർത്ത് വെക്കാം. ഓൾറൈറ്റ്, ലെറ്റ് മീ സീ. HCAക്ക് ക്ലോസസ് അങ്ങനെ അത്ര പ്രതീക്ഷിക്കേണ്ട. VPR ബട്ട് എന്താ പറയുക, നമുക്ക് പാരാ കംപ്ലീഷൻ ഒക്കെ വരും. പാസേജ് കംപ്ലീഷൻ ഒന്നും വരാൻ ചാൻസ് ഇല്ല, ബട്ട് അതിനുള്ള ഇതുണ്ട്. ബട്ട് പാരാ കംപ്ലീഷൻ വരാം. ഓക്കെ, I have robust faith in God. Okay, strong faith. He is referred to. He is mentioned. Referred to something എന്ന് പറയുമ്പോൾ നമ്മളൊരു കാര്യത്തോട് റെഫർ ചെയ്യാന്നല്ലേ. അപ്പോൾ he is referred to Dr. then he is mentioned. He spoke about. അല്ല. Somebody refer him to Doctor ഇത്. അങ്ങനെ കൊടുക്കണം. Somebody has referred to എന്നുള്ള കൊടുക്കാം. ഒരു അർത്ഥം സെന്റൻസ് ആരും കറക്റ്റ് ആയിട്ടില്ല കേട്ടോ, ഒന്ന് ശ്രദ്ധിക്കണേ. ഐ പ്രിഫർ, കാരണം വെച്ചാൽ അവിടെ മീനിങ് കംപ്ലീറ്റ് ആയിട്ടില്ല. നോക്കിയേ, ഹീസ് റെഫർ ടു ഡോക്ടർ ഗംഗാധരൻ എന്ന് പറഞ്ഞാൽ അവൻ മെൻഷൻ ചെയ്തു എന്നാണ് ഉദ്ദേശിക്കുന്നത്. എന്നാൽ ഹി റെഫർ ടു ഡോക്ടർ ഗംഗാധരൻ എന്ന് കൊടുത്താൽ മതി. അവിടെ പാസീവിന്റെ ആവശ്യമില്ല, അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഐ പ്രിഫർ റോബസ്റ്റ് ആറ്റിറ്റ്യൂഡ് ഓഫ് PSC to IBPS exams. All right. He is physically and mentally robust. Okay. Even though the opposition party never see eye to eye with the ideology, they go with the robust decision. Okay. India recently made a robust relationship with Russia. Yes. Grim Reaper. Yes, Grim Reaper. ഞാനത് പറയാതിരുന്നതാ. Okay, Richard. Excuse me, is there any... ഇല്ല രതീഷ്. വാട്സപ്പ് ഗ്രൂപ്പില്ല. VFAക്ക് നമുക്ക് ടെലഗ്രാം ഗ്രൂപ്പ് ഉണ്ട് കേട്ടോ. VFAയുടെ സ്റ്റുഡൻ്റ് ആണോ? ടെലഗ്രാം ഗ്രൂപ്പ് കിട്ടിയിട്ടില്ലേ? എങ്കിൽ ഞാൻ രതീഷ് ഒരു കാര്യം ചെയ്താൽ മതി, നമ്മുടെ സരിത മിസ്സിനെ ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി. മാം നിങ്ങളെ ആഡ് ചെയ്തോളൂ കേട്ടോ. ഷീ ഹെൽഡ് ഹിം, അല്ലെങ്കിൽ ആണെങ്കിൽ എന്നോട് പറഞ്ഞാൽ മതി. ജസ്റ്റ് എനിക്കൊരു മെയിൽ അയച്ചാൽ മതി, നമ്പറും മെയിൽ ID കൂടെ തന്നാൽ മതി. അപ്പം ഞാനത് ആഡ് ചെയ്യാം. ഷീ ഹെൽഡ് ഫേം ഓൺ ഹെർ ഡിസിഷൻ ടു സ്റ്റഡി അബ്രോഡ്. ഓക്കെ, ഓൾ റൈറ്റ്. ദ ഇൻസിഡൻറ്റ് ഇസ് എ ഗ്രിം ഇഷ്യൂ ടു ഡിസ്കസ് വിത്ത്. ഓക്കെ, the government should go for robust measures to prevent spreading of Omicron virus. Yeah. Okay, Omicron virus അല്ല കേട്ടോ, അതൊരു ആൻമേരി യൂസേജ് കറക്റ്റാണ്, പക്ഷെ ഒമിക്രോൺ വൈറസ് അല്ല. ആ വൈറസിനൊരു വേരിയന്റ്, ഒമിക്രോൺ വേരിയന്റ് എന്ന് കൊടുക്കുക. ദാറ്റ്സ് എ വേരിയന്റ്. ഡെൽറ്റ വേരിയന്റ് കഴിഞ്ഞപ്പോൾ ഒമിക്രോൺ വേരിയന്റ് അങ്ങനെ. Even though they offered me a large amount, I cannot see eye to eye with them watching my authority. Okay. സ്റ്റേൺ ഉണ്ട്. സ്റ്റേൺ ഉറപ്പിക്കുക എന്നുള്ള അർത്ഥമുണ്ട്. സീരിയസ് ആയിട്ടുള്ള, സ്ട്രിക്റ്റ് ആയിട്ടുള്ള എന്നൊരു അർത്ഥമാണ്, ബട്ട് ഇൻ നെഗറ്റീവ് സെൻസ്. അതാണ് ഇവിടെ. സ്റ്റേൺ എന്ന് പറയുന്നത് സിനോണിം ആയിട്ട് കൂട്ടിയാൽ മതി കേട്ടോ. ഡൗട്ട് ഉണ്ടെങ്കിൽ പറഞ്ഞുതരാം. അത് തന്നെയാണ് കറക്റ്റ് ആയിട്ട്. യെസ്. ബട്ട് ഇവിടെ ഞാൻ ഉദ്ദേശിച്ചത് സ്റ്റേൺ എന്നൊരു ഐഡിയ ഉണ്ട് ഗ്രിമിന്, ബട്ട് ഇൻ എ നെഗറ്റീവ് സെൻസ് ആണ് നമ്മൾ ഗ്രിം ഉപയോഗിക്കുക. ബട്ട് സ്റ്റേൺ വി ക്യാൻ യൂസ് ഇൻ എ പോസിറ്റീവ് സെൻസ് അല്ലേ? അതാണ് വ്യത്യാസം. ദ മാറ്റർ ഓഫ് പെൻഡിങ് സാലറി ഈസ് ഇൻ ഗ്രിം. ഓൾ റൈറ്റ്. ഓക്കെ, ഈസ് ഇൻ ഗ്രിം എന്നല്ല, ഈസ് ഗ്രിം. ഈസ് ഇൻ ഡിസ്മൽ അതാണ് ഉദ്ദേശിക്കുന്നത്. ഈസ് ഇൻ ഗ്രിം എന്ന് പറഞ്ഞാൽ ഈസ് ഗ്രിം എന്ന് പറഞ്ഞാൽ മതി. ഓക്കെ, ലെറ്റ്സ് നോട്ട് റെഫർ ദിസ് മാറ്റർ ടു ദി മാനേജ്മെന്റ് ഫോർ മൈ സേക്ക്. ഓക്കെ, ഇറ്റ് ഈസ് ഇൻഅഡ്മിസിബിൾ ത്രൂ ദി ഗ്രിം. ഓക്കെ, ഓൾ റൈറ്റ്. അവിടെ നിങ്ങൾ ഉപയോഗിക്കുന്ന ഗ്രിം എന്താണ് ഉദ്ദേശിക്കുന്നത്? ശരത്ത് ഉദ്ദേശിക്കുന്നത് ഗ്രിം ഏതാ? ത്രൂ ദ ഗ്രിം. ത്രൂ എന്ന് പറയുന്ന ഒരു പ്രിപ്പോസിഷനില്ല, അതിനുശേഷം നൗൺ വേണ്ട വരണ്ടേ. ഗ്രിം ഈസ് നോട്ട് നൗൺ, ഇറ്റ്സ് എൻ അഡ്ജക്റ്റീവ്. അപ്പൊ അവിടെ ഗ്രിം എന്ന യൂസേജ് തെറ്റാണ് കേട്ടോ. ദ ഗ്രിം ഫേസ് ഓഫ് ദ ഫാമേഴ്സ് in the strike made me sad. Okay, after degree level prelims she seems to me grim by losing all her prospect. Okay, robust approach should be taken
to get things done by the management. All right. I have robust decision for my future. Her accidental death made me grim. Made me grim അല്ല, made me grim. അതാ ഞാൻ പറഞ്ഞത്, അവിടെ വരില്ല. അഡ്ജക്റ്റീവിന്റെ മുൻപിൽ ഒരിക്കലും നമ്മൾ ഈ പറഞ്ഞ പ്രൊപ്പോസിഷൻ ഇട്ട് കൊടുക്കും. പ്രൊപ്പോസിഷൻ എപ്പോഴും ഇട്ട് കൊടുക്കുന്നത് നൗണിന്റെ മുൻപിലല്ലേ. സോ ഡോണ്ട് യൂസ് ദാറ്റ് കേട്ടോ. രണ്ടുമൂന്ന് നമ്മൾ ആരൊക്കെയോ യൂസ് ചെയ്യുന്നു. The relation between China and other countries grim nowadays. Okay, that's fine. He seemed as a grim person during the interview, but he is so nice. Okay, every prospect must submit their resume. Great. The uptick of dowry death in the state is a grim issue. Yes, it is. Yeah, Sajini. Okay, ഞാൻ നോക്കാവേ. രാവിലെ ആണോ അയച്ചേ? ഇന്നലെ വരെയുള്ള മെയിലെല്ലാം ഞാൻ ക്ലിയർ ചെയ്തായിരുന്നു. ഇനി രാവിലത്തെ മെയിലാണെങ്കിൽ ഞാൻ നോക്കാട്ടോ. എനിക്ക് സമയമില്ലായിരുന്നു, അതുകൊണ്ടാണ്. After the recent civilian attack by paracommandos, the prospects of Naga peace talks looks prospects അല്ലേ? അപ്പൊ എന്ത് പറയണം? ലുക്സ് അല്ല, പ്രോസ്പെക്ട്സ് ആവുമ്പോൾ ലുക്ക് ഗ്രിം കൊടുക്കുക കേട്ടോ സിജി, കേട്ടോ. By the prospects of Naga peace talks look grim അല്ലേ സുജി വരേണ്ടത്? കോൺകോഡ് ശ്രദ്ധിച്ചേ. The optimist always a prospect for the best. Okay, she see eye to eye with her. She see ആണോ? She sees eye to eye. She is singular, അതുകൊണ്ട് സിംഗുലർ വേർബ്. എല്ലാവരും ശ്രദ്ധിക്കണേ, കോൺകോഡ് is very important. ഇത് colleague to hold firm to project, and after successful completion of it, she didn't forget to refer to him. Okay, that's it. There is always robust support of Pakistan for the terrorists, even though they claim not to do this. Okay, do so. Okay, the NEP 2020 is introduced with a good prospect. Okay, I'm a prospect of HC exam. Okay, all right. Yes, clear. Okay, so let's see. നമുക്ക് നോക്കാം അടുത്ത സെന്റൻസ് നോക്കിയേ. പ്രോക്സിമിറ്റി. ഞാൻ എപ്പോഴും പറഞ്ഞിട്ടുണ്ട് പ്രോക്സിമിറ്റി പ്രിൻസിപ്പിൾ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. പ്രോക്സിമിറ്റി എന്ന് പറയുമ്പോൾ അടുപ്പം എന്നാണ് അർത്ഥം. ക്ലോസ്നെസ്, നിയർനെസ്, പ്രസൻസ് ഓർ വിസിനിറ്റി എന്നാണ് പ്രോക്സിമിറ്റി എന്ന നൗണിന്റെ അർത്ഥം. ഓർത്ത് വെച്ചോണേ. അതുപോലെ തന്നെ അറിയാവുന്ന വാക്ക് തന്നെയാണ്. അടുത്ത് നോക്കാം പൊട്ടൻഷ്യൽ. പൊട്ടൻഷ്യൽ നൗൺ ആയിട്ടും അഡ്ജക്റ്റീവ് ആയിട്ടും ഉപയോഗിക്കാം. പൊട്ടൻഷ്യൽ എന്ന് പറയുമ്പോൾ പോസിബിലിറ്റി അല്ലെ, പൊട്ടൻഷ്യൽ, പോസിബിലിറ്റി, ചാൻസ് അല്ലെ. പൊട്ടൻഷ്യൽ ഉണ്ടെന്ന് പറഞ്ഞാൽ പൊട്ടൻഷ്യൽ ആണെന്ന് പറഞ്ഞാൽ യു കെൻ സേ ഇറ്റ്സ് എ ചാൻസ് എന്ന് പറയാം അല്ലെ. കേപ്പബിലിറ്റി, ടാലന്റ് അല്ലേ, നമ്മൾ ഒരുപാട് പൊട്ടൻഷ്യൽ ഉണ്ട്, നിനക്ക് ഒരുപാട് എന്താണ് എബിലിറ്റി ഉണ്ട്, ചാൻസ് ഉണ്ട്, കേപ്പബിലിറ്റി ഉണ്ടെന്നൊക്കെ നമ്മൾ പറയില്ലേ. യു ഹാവ് എ ലോട്ട് ഓഫ് പൊട്ടൻഷ്യൽ എന്ന് പറയില്ലേ സംഭവം. എന്നാൽ അത് അഡ്ജക്റ്റീവായിട്ട് നമുക്ക് ഉപയോഗിക്കാം. പൊട്ടൻഷ്യൽ റെയിൻ, പോസിബിൾ റെയിൻ, ലൈക്ലി, ദർ ഇസ് ചാൻസ്, ദാറ്റ്സ് ഇറ്റ്. അപ്പോൾ അഡ്ജക്റ്റീവായിട്ട് ഉപയോഗിക്കുക എന്നുള്ള കാര്യം ഓർത്ത് വെച്ചോളാം. ഓക്കെ. His opponent leaders are prospect. Are prospect the Nagaland firing? ആർ പ്രോസ്പെക്ട് പറയില്ലല്ലോ ഹരി. അവിടെ പ്രോസ്പെക്ട് ഉദ്ദേശിക്കുന്നത് എന്തായിട്ടാ എക്സാമിൻ ചെയ്യാന്നാണോ? എങ്കിൽ ഒപ്പണന്റ് ലീഡേഴ്സ് ആർ പ്രോസ്പെക്ടിങ് ദി നാഗാലാൻഡ് ഫയറിംഗ് ഇഷ്യൂ ആൻഡ് ദേ വർ ടേക്കിംഗ് റോബസ്റ്റ് പ്രൊട്ടസ്റ്റ് അഗൈൻസ്റ്റ് ഗവൺമെന്റ്. അങ്ങനെ കൊടുക്കുക. ആറ് കഴിഞ്ഞിട്ട് ING വേണ്ടേ ആക്റ്റീവ് വോയിസിലാവുമ്പോൾ? ഓർക്കണം കേട്ടോ. ബൈ അൺഫോൾഡിംഗ് Kude project, Trivandrum Collectorate made a robust vision on women's safety. Great. Robust action is mandatory for those who are the offenders of a criminal case. Yes. Hi Sifana, good morning. Sajini, okay, morning ആണല്ലേ, സെറ്റ് ആക്കാം. He's a prospects. കാർത്തിക, he is a prospect ആണെങ്കിൽ എന്ത് കൊടുക്കും? എ കഴിഞ്ഞിട്ട് പ്ലൂറൽ നൗൺ കൊടുക്കാൻ പാടോ? ഓർക്കുക, എയും ആനിന്റെയും കൂടെ ഒരിക്കലും പ്ലൂറൽ കൊടുക്കരുത്. സിംഗുലർ നൗൺ മാത്രമേ കൊടുക്കാവുള്ളൂ കേട്ടോ. കാര്യം എന്താ? എ ആൻ എന്ന് പറഞ്ഞാൽ ഒന്നെന്ന അർത്ഥം, ആർട്ടിക്കിൾ ആണ്. ബട്ട് എന്താ അർത്ഥം? ഒന്ന് എന്നല്ലേ അർത്ഥം. എ പെൻ, ആൻ ആപ്പിൾ, ഒന്ന്. അതിൻ്റെ കൂടെ പിന്നെ പ്ലൂറൽ കൊടുക്കരുത് കേട്ടോ, ശ്രദ്ധിക്കാം. അപ്പോൾ ഹീസ് എ പ്രോസ്പെക്ട് ഓഫ് ദിസ് ഇയർ കോളേജ് ഇലക്ഷൻ. ഷീ ഈസ് ഇൻ ഗ്രിം നൈറ്റ്മെയർസ് ആഫ്റ്റർ വിറ്റ്നസിംഗ് ദി ആക്സിഡന്റ്. ഓക്കെ. പ്രോക്സിമിറ്റി cannot be made, it is evolved. Okay. I'm certain of the planet which stands proximity to sun. Okay. പക്ഷെ ഇവിടെ ഉദ്ദേശിക്കുന്ന നൗൺ ആയിട്ട് യൂസേജ് ആക്ടിന് അങ്ങനെ വന്നിട്ടില്ല. ഐ എം സർട്ടൺ ഓഫ് ദ പ്ലാനറ്റ് വിച്ച് സ്റ്റാൻഡ്സ് പ്രോക്സിമിറ്റി എന്ന് പറയില്ല. അവിടെ സ്റ്റാൻഡ്സ് കഴിഞ്ഞിട്ട് വന്നേക്കുന്നത് സ്റ്റാൻഡ്സ് അഡ്ജക്റ്റീവ് വേണ്ടേ. ക്ലോസർ ടു സൺ അല്ല ഉദ്ദേശിക്കുന്നത്, നിയർ ടു സൺ അല്ല ഉദ്ദേശിക്കുന്നത്. എങ്കിൽ അവിടെ അഡ്ജക്റ്റീവ് അല്ലേ വരേണ്ടത്, പ്രോക്സിമിറ്റി എന്ന് വരില്ല. മനസ്സിലായോ? ആ യൂസേജ് കറക്റ്റ്, യൂസേജ് നൗൺ മാറ്റണം അറ്റുള്ളൂ. പാർട്സ് ഓഫ് സ്പീച്ച് യൂസേജ് തെറ്റാ. പ്രോക്സിമിറ്റിക്ക് ഫീസിബിലിറ്റി എന്നൊരു മീനിങ് ഉണ്ടോന്നോ? ഫീസിബിലിറ്റി ഉണ്ട്, ഫീസിബിലിറ്റി ഉണ്ട്, കറക്റ്റ് ആണ് ഫീസിബിലിറ്റി. ബട്ട് ദാറ്റ് ഈസ് എ സിനോണിം കേട്ടോ വിഷ്ണു. ഓക്കെ. അടുത്തത് Proxima Centauri is a proximal star of Milky Way. Okay, great. No one can beat us if we lit our real potential. Yes, lift our ആണോ lit ആണോ? രണ്ടും കറക്റ്റ് ആണ്. The personal secretary of Gandhi helps to proximity by writing his biography. Helps to
അവിടെ ഉദ്ദേശിക്കുന്നത് എന്താ? ഈ പ്രോക്സിമിറ്റി അടുപ്പം, രണ്ടടുപ്പമുണ്ട്. ഇന്റിമസി എന്ന അടുപ്പമുണ്ട്, പ്രോക്സിമിറ്റി എന്ന് പറയുമ്പോൾ നോക്കി, അടുപ്പം എന്ന് പറയുന്ന അടുപ്പമില്ലേ, ഈ അടുപ്പമല്ല ഇവിടെ നമ്മൾ ഉദ്ദേശിക്കുന്ന അടുപ്പം. എന്താ ശരിക്കും നിയർനെസ് ഇല്ലേ, ഡിസ്റ്റൻസ് വഴിയുള്ള പറയില്ല, അതാ പ്രോക്സിമിറ്റി എന്ന് പറയാം. വിസിനിറ്റി, കാണാൻ ദൂരത്തിൽ, ദാറ്റ്സ് ഇറ്റ്. പക്ഷെ അവിടെ ഇത് കറക്റ്റ് ആവില്ലല്ലോ. ശരത്തെ നോക്കിക്കേ, ദ പേഴ്സണൽ സെക്രട്ടറി ഓഫ് ഗാന്ധി ഹെൽപ്സ് ടു പ്രോക്സിമിറ്റി. 2+V1 ആ വരേണ്ട, നൗൺ അല്ല, ഇത് നൗൺ ആണ്. നോക്കണേ, ഞാനിവിടെ എഴുതിയിട്ടുണ്ട്, ഇത് നൗൺ ആണ്, ഇറ്റ്സ് നോട്ട് വേർബ്. വേർബ് ആണെങ്കിൽ നിങ്ങൾ 2+V1 ഉപയോഗിക്കാം, നോ ഇഷ്യൂ. ഓക്കെ, ദാറ്റ്സ് ഇമ്പോർട്ടൻറ്റ്. മിറ്റു, ഗുഡ് മോർണിംഗ്, കുറെ നാളായല്ലോ. The prospect of space technology is imperative nowadays. Okay, the potentials of Paralympic athletes must be honored. Athletesന് T കഴിഞ്ഞിട്ടൊരു E കൂടെ ഉണ്ട് കേട്ടോ ജീന, ടൈപ്പ് ആവുന്ന വിശ്വസിക്കുകയാണ്. Proximity in the party made everyone energetic. All right, Modi has incredible potential in making proximity to the delegates of other countries. Yes, he has. All right, moving on. അടുത്ത വാക്കുകൾ നോക്കാം നമുക്ക്. Let's focus on the next words. Okay, next set of words ആണ് irritant. Irritate എന്ന് പറയുന്നത് നമ്മൾ കേട്ടിട്ടുണ്ട്. Irritate അല്ലേ, verb irritate ചെയ്യുക. Irritate എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? അനോയ് ചെയ്യുക, ഒരാളെ ശല്യപ്പെടുത്തുക. Irritate ചെയ്യുക verb ആണ്, irritate. ബട്ട് irritant എന്ന് പറയുന്നത് ഇറ്റ്സ് noun. Irritant ഒരു noun ആണ്. Irritant എന്ന് പറഞ്ഞാൽ annoyance, ശല്യം അല്ലേ, nuisance, pest, bother. അതിപ്പോൾ പെസ്റ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ പറയാറില്ലേ, കൃമിയാണെന്ന് പറയില്ലേ, കൃമിയോ അല്ലെങ്കിൽ ശല്യമാവൻ എന്ന് പറയില്ലേ. ഒരു അനിമൽ ആയിക്കോട്ടെ, ഓർഗാനിസം ആയിക്കോട്ടെ, അല്ലാതെ ഒരു ആളെയും പെസ്റ്റ് എന്ന് വിളിക്കും. ശല്യപ്പെടുന്ന ഒരാളെ നമ്മൾ വിളിക്കും ഹീസ് എ പെസ്റ്റ് എന്ന് വിളിക്കും. സോ ഇറിറ്റന്റ് എന്ന് പറഞ്ഞാൽ അനോയൻസ്, ബോദർ, ന്യൂസൻസ്, പെസ്റ്റ് എന്നൊക്കെയാണ്. ഓർത്ത് വെച്ചോളണേ. ഓക്കെ, അടുത്ത വാക്കാണ് സ്റ്റഡിലി. സ്റ്റഡി, റെഡി, സ്റ്റഡി, ഗോ കേട്ടില്ലേ. സ്റ്റഡിലി എന്ന് പറഞ്ഞാൽ അഡ്വേർബ് ആണ്. റെഗുലർലി, ഫേംലി, മാറ്റമില്ലാതെ, അൺവേവറിംഗ്ലി, റാപ്പിഡ്ലി എന്നൊക്കെയാണ് സ്റ്റഡിലി എന്ന അഡ്വേർബിന്റെ സിനോണിംസ്. ഓർത്ത് വെച്ചോളാം. റെഗുലർലി, ഫേംലി, അൺവേവറിംഗ്ലി, റാപ്പിഡ്ലി എന്നൊക്കെയാണ്. ഓക്കെ, സ്റ്റഡിലി, ഗ്രോയിങ് സ്റ്റഡിലി എന്നൊക്കെ കേട്ടില്ല. ദി ഇക്കോണമി ഈസ് ഗ്രോയിങ് സ്റ്റഡിലി എന്ന് കേട്ടിട്ടില്ല. സോ ദാറ്റ്സ് ഇറ്റ്. ഗുഡ് മോർണിംഗ് വിനീത്, ഗുഡ് മോർണിംഗ്. യെസ്, ഓക്കെ. Okay, her house is in close proximity to Shiva temple. Yes. All right, great. All of us wish the proximity of our parents at the time of illness. Okay. We should always have a prospect to succeed. Ashwati, we should always have to have a prospect to succeed in life. 2+V1. Infinitives il pedunnaanu ട്ടോ. 2 യുടെ കൂടെ V1 ഉപയോഗിക്കാവുള്ളൂ. Never use V2 ആൻഡ് V5 ഒന്നും ഉപയോഗിക്കരുത്. 2+V1 അതാണ് ഇൻഫിനിറ്റീവ്സ് പറയാം. കേട്ടോ, ഓർത്ത് വെച്ചോ. അശ്വതി, വിഷ്ണുപ്രിയ. Priya's parents identified her potential in various fields. Great. There must be a potential evidence which has supported the illusions. Okay, she has a potential to be one of the what? Correct ആണത്. The proximity of the fisherman's house to the sea increases woes. Okay, failure to understand our potential is the main problem in achieving our goal. All right, next one is cordial. Cordial എന്ന് കേട്ടില്ലേ, I cordially welcome you. cordially ആവുമ്പോൾ adverb ആണ്. cordial welcome എന്ന് കേട്ടില്ല, warm welcome, friendly, warm, genial, അതുപോലെ തന്നെ intense, strong എന്നൊക്കെ അർത്ഥമുണ്ട്. ഓക്കെ, എന്നാൽ ഒരു ഇത് പറഞ്ഞുതരാം, ഒരു അഡീഷണൽ നോളജ് പറഞ്ഞുതരാം. നമ്മുടെ ബ്രിട്ടീഷ് ഇംഗ്ലീഷിൽ കോഡിയൽ എന്ന് പറയുന്ന ഒരു നൗണും കൂടിയാണ്. ബ്രിട്ടീഷ് ഇംഗ്ലീഷിൽ കോഡിയൽ എന്ന് പറയുന്ന ഒരു നൗൺ ആയിട്ട് യൂസ് ചെയ്യും. എന്ത് പറയാനാ, നമ്മൾ ഈ സ്ക്വാഷ് ഒക്കെ ഇല്ലേ, ഫ്രൂട്ട് ജ്യൂസ് സ്ക്വാഷ് ഒക്കെ ഇല്ലേ, സ്ക്വാഷ് എന്നൊരർത്ഥമാണ്. സ്ക്വാഷ് കേട്ടോ, മീനിങ് ഇതാണ്. സ്ക്വാഷ് നമ്മൾ കുടിക്കുന്ന ഫ്രൂട്ട് ജ്യൂസ് ഇല്ല, ദാറ്റ്സ് ഇറ്റ്. കോഡിയൽ എന്ന് പറഞ്ഞാൽ നൗൺ ആയിട്ട് ഉപയോഗിക്കും ബ്രിട്ടീഷ് ഇംഗ്ലീഷിൽ കേട്ടോ. അപ്പോൾ അതിൻ്റെ അർത്ഥം ഫ്രൂട്ട് ജ്യൂസ് അല്ലെങ്കിൽ സ്ക്വാഷ് എന്നൊക്കെയാണ് കറക്റ്റ് ഇത്. ദാറ്റ്സ് ഇറ്റ്. അപ്പോൾ ഒന്ന് ഐഡിയ പറഞ്ഞു തന്നു മാത്രമേ ഉള്ളൂ. ഫ്രണ്ട്ലി, വോം, ജീനിയൽ എന്നൊക്കെയാണ് അതിൻ്റെ നോർമൽ അർത്ഥമുണ്ട്. പിന്നെ ഇൻറ്റൻസ്, അടുപ്പമുള്ള, സ്ട്രോങ് എന്നൊക്കെയാണ് അർത്ഥമുണ്ട്. കോഡിയൽ റിലേഷൻഷിപ്പ്, ഇൻറ്റൻസ് റിലേഷൻഷിപ്പ്, സ്ട്രോങ് റിലേഷൻഷിപ്പ്, ദാറ്റ്സ് ഇറ്റ്. ഓക്കെ, നെക്സ്റ്റ് വൺ ഇസ് ഡിസണൻസ്. ഡിസണൻസ് നിങ്ങൾക്ക് അറിയാം, ചേരില്ല, ഇൻകോൺഗ്രുവിറ്റി, ഒരു ചേർച്ചയില്ലായ്മ. ഡിസ്പാരിറ്റി, ഡിസ്കോർഡൻസ്, അതിനെയാണ് നമ്മൾ പറയുക ഡിസൊണൻസ് എന്ന് പറയാം. ഡിസൊണൻസ് അറിയില്ല. അസൊണൻസ് ഐക്യമാണെങ്കിൽ ഡിസൊണൻസ് എതിരായ പരിപാടി. ദാറ്റ്സ് ഇറ്റ്. അലയൻസ് ആണ് അസൊണൻസ് എന്ന് പറയാം. അക്കോർഡൻസ് എന്നൊക്കെ പറയുന്ന സാധനം. പക്ഷേ ഡിസൊണൻസ് പറഞ്ഞാൽ ഒരു ഇതാണ്, ഡിസ്പാരിറ്റി ആണ്, ഒരു വൈരുദ്ധ്യം അല്ലെങ്കിൽ ഒരു ഡിസ്കോർഡൻസ്, ഒരു എതിർപ്പ്. ദാറ്റ്സ് ഇറ്റ്. അടുത്താണ് അബൈഡിങ്. ഓർമ്മ വേണേ, അബൈഡ് എന്ന് പറയുന്ന ഒരു വേർബ് നമ്മൾ പറഞ്ഞു. അബൈഡ് എന്ന് പറഞ്ഞ വേർബ് ഒബൈ ചെയ്യാം. ഓർമ്മയുണ്ടാവുമായിരിക്കും നിങ്ങൾക്ക്, ഒബൈ ചെയ്യാം.
എന്നൊരർത്ഥമുണ്ട്. എന്നാൽ അബൈഡിങ് വരുമ്പോൾ അത് അബ്ജക്റ്റീവ് ആണ്. അബ്ജക്റ്റീവായിട്ട് അബൈഡിങ്ങിന് വേറെ മീനിങ് ആണ്. നമ്മൾ അബൈഡ് എന്ന് പറഞ്ഞാൽ വേർബിന് ഒബൈ ചെയ്യുക, ഫോളോ ചെയ്യുക എന്നൊക്കെയാണ് അർത്ഥം. എന്നാൽ അബൈഡിങ് എന്ന് പറഞ്ഞാൽ എൻഡ്യൂറിങ്, ലാസ്റ്റിംഗ്, പെർസിസ്റ്റിംഗ്, എറ്റേണൽ എന്നൊക്കെയാണ് അർത്ഥം. മനസ്സിലായോ? അബൈഡിങ് ലോസ് എന്ന് കേട്ടിട്ടുണ്ടായിരിക്കും. എൻഡ്യൂറിങ് ലോസ്, ലാസ്റ്റിംഗ്, പെർസിസ്റ്റിംഗ്, എറ്റേണൽ എന്നൊക്കെയാണ് മീനിങ്. ഓർത്ത് വെക്കുക കേട്ടോ. ഓൾ റൈറ്റ്, യാ, ലെറ്റ് സി. അടുത്ത് നോക്കട്ടെ നിങ്ങളുടെ സെന്റൻസുകൾ ഞാൻ. ഓക്കെ, യെസ്. ഐ സ്റ്റഡിലി ഫോളോയിങ് അല്ല, ഐ ആം സ്റ്റഡിലി. അശ്വതി, ഫോളോയിങ് ING വന്നിട്ടുണ്ടെങ്കിൽ അവിടെ എന്ത് കൊടുക്കണം? ഇത് കൊടുക്കണം, നമ്മുടെ ബിയുടെ ഏതെങ്കിലും ഒരു ഫോം കൊടുക്കണം. ഈസോ, വോസോ എന്തെങ്കിലും കൊടുക്കുക. സോ ഈസ് കൊടുക്കുക, ഈസോ, വോസോ, ആറോ ഒക്കെ കൊടുക്കുക. ഐ എം സ്റ്റഡിലി ഫോളോയിങ് യുവർ എഡിറ്റോറിയൽ ക്ലാസ് ഇൻ ഓർഡർ ടു ഇംപ്രൂവ് മൈ വൊക്കാബുലറി. അങ്ങനെ കൊടുക്കുക. ഓക്കെ, ദാറ്റ്സ് ഗ്രേറ്റ്, ഗുഡ് ഫോർ യു. ഷീ ഹാസ് എ പൊട്ടൻഷ്യൽ ടു ബി വൺ ഓഫ് ദ ബെസ്റ്റ് സിംഗർ. വൺ ഓഫ് ദ ബെസ്റ്റ് സിംഗർ അല്ല, വൺ ഓഫ് ദ ബെസ്റ്റ് സിംഗേഴ്സ്. വൺ ഓഫ് ദ കഴിഞ്ഞിട്ട് എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കണേ. വൺ ഓഫ് ദ കഴിഞ്ഞാൽ, വൺ ഓഫ് അല്ലെങ്കിൽ വൺ ഓഫ് ദ കഴിഞ്ഞ എപ്പോഴും എന്താ വരേണ്ടത്? ഓർത്തു വെച്ചോ, പ്ലൂറൽ നൗൺ. കേട്ടോ, വൺ ഓഫ് ദ കഴിഞ്ഞ എപ്പോഴും എന്താ വരേണ്ടത്? പ്ലൂറൽ നൗൺ. അത് മറന്നു പോരുത് കേട്ടോ. നമ്മൾ എപ്പോഴും വരുന്ന ഒരു മിസ്റ്റേക്ക് ആണ്, ചിന്തിക്കുക. വരാറുണ്ട് എക്സാം പോയിന്റ് ഓഫ് വ്യൂല്, എപ്പോഴും വരുന്നതാണ്. വൺ ഓഫ് ദ കഴിഞ്ഞാൽ പ്ലൂറൽ നൗൺ, വൺ ഓഫ് ദ കഴിഞ്ഞാൽ പ്ലൂറൽ നൗൺ. ഓർത്ത് വെച്ചോളാം. ഓക്കെ, യെസ്. അപ്പോൾ ഹോൾഡ് ദ ലൈറ്റ് സ്റ്റഡിലി. ഹോൾഡ് ദ ലൈറ്റ് സ്റ്റഡിലി അല്ല, ഹോൾഡ് ദ ലൈറ്റ് സ്റ്റഡി എന്നാ പറയാ. ഹോൾഡ് ദ ലൈറ്റ് സ്റ്റഡി, ഹോൾഡ് ഇറ്റ് സ്റ്റഡി അല്ല, സ്റ്റഡി സ്റ്റഡിലിയാ പറയുന്നത്. ഫേംലി, സ്റ്റഡിലി ആണ് കേട്ടോ. ഹോൾഡ് ദ ലൈറ്റ്, അരുൺ, ഹോൾഡ് ദ ലൈറ്റ് സ്റ്റഡിലി ആണ്. ഫേംലി, യെസ്, അഡ്വേർബ് ആണ്. കാരണം ഹോൾഡ് വേർബ് അല്ലേ. യാ, ഇറ്റ് ഇസ്. യെസ്. ദ സ്റ്റഡിലി അല്ല, സ്റ്റഡിലി ഗ്രോ അല്ല, ദ സ്റ്റഡി ഗ്രോ ഇൻ സ്റ്റോക്ക് എക്സ്ചേഞ്ച്. അവിടെ ശരണ്യ എന്ത് വരണം? ദ സ്റ്റഡി ഗ്രോ ഇൻ അല്ല, ഗ്രോത്ത് ഇൻ. അതല്ല ഉദ്ദേശിക്കുന്നത്. ദ സ്റ്റഡി ഗ്രോത്ത് ഇൻ സ്റ്റോക്ക് എക്സ്ചേഞ്ച് സംടൈംസ് അഫക്ട് ദി പ്രൈസ് ഓഫ് ഗോൾഡ്. അതായിരിക്കും ഉദ്ദേശിച്ചത്. അടുത്ത, ഹിസ് irritant behavior steadily disturbs my studies. Okay, there is a potential reason for an uptick in protests across northeast India. Yeah, his basic instinct is irritant. Okay, the insurgents on the border is always an irritant to the army. Okay, the guests were invited cordially. Yes, Rudy, പറയാലോ. ഉറപ്പായിട്ടും എന്നെ കോൺടാക്ട് ചെയ്താൽ മതി. എൻ്റെ ഇമെയിൽ ID തരാം, rindu.sebastian@ada247.com. ജസ്റ്റ് എന്നെ ഒന്ന് ഇമെയിൽ അയച്ചു ചോദിച്ചാൽ മതി. എന്താ കാര്യം എന്ന് വെച്ചാൽ ഡീറ്റെയിൽ ആയിട്ടൊന്ന് പറഞ്ഞാൽ മതി. ഐ ഗിവ് യു ദ റെസ്പോൺസ്. ഓക്കെ, നോ ഇഷ്യൂസ്, അതിലൊരു പ്രശ്നമില്ല. ഓക്കെ, ഓൾ റൈറ്റ്. അപ്പോൾ എവിടെ എത്തി? യെസ്, ഹിസ് irritant nature made me angry. All the faculties were a team. Our cordial approach അല്ല, have cordial approach towards students കൊടുക്കുക കേട്ടോ. ഓക്കെ, although he break up അല്ല, പാസ്റ്റ് അല്ലേ. although he broke up, her presence made him irritant. although he broke up, her presence. കേട്ടോ കാർത്തിക? broke up, past tense. She has a cordial relationship with her friends. Okay, I steadily focus on my studies in order to achieve my dreams. Okay, you were cordially invited the session അല്ല, you were cordially invited to the session. കേട്ടോ ശരത്തെ? you were cordially invited to the session for the chair. Okay, long standing border disputes is an disputes. അപ്പോൾ ഈസ് ആണോ? ആർ. സിജിക്ക് പിന്നെ ഞാൻ അടി തരാനുള്ളതായിട്ടുണ്ടേ. ലോങ് സ്റ്റാൻഡിങ് ബോർഡർ ഡിസ്പ്യൂട്ട്സ്, പ്ലൂറൽ ആണ്, ഡിസ്പ്യൂട്ട്സ്. ബാക്കിയല്ല എന്താ? അജക്റ്റീവ് അല്ലേ? ലോങ് സ്റ്റാൻഡിങ് അജക്റ്റീവ്, ബോർഡർ അവിടെ അജക്റ്റീവ് ആയിട്ട് ഉപയോഗിച്ചത്. ഡിസ്പ്യൂട്ട്സ് ആണ് ഇവിടുത്തെ നൗൺ. അപ്പൊ എന്ത് കൊടുക്കും? ഈസ് ആണോ? irritants in cordial relationship between India and China. There is a dissonance between my mother-in-law and me. Okay, quite natural അല്ലേ? എല്ലാവരും തമ്മിൽ നമുക്ക് അങ്ങനെ ഒരു വഴക്കുണ്ടാവാറുണ്ട്. ഇപ്പൊ മദറിലോ ആണെന്നില്ല, സ്വന്തം അമ്മയാണല്ലോ അങ്ങനെ തന്നെയാണ്. The faculties were cordial towards the aspirants. Okay, that's great. The cordial relationship between relationship കഴിഞ്ഞിട്ട് ഒരു ഷിപ്പ് കൂടെ വന്നിട്ടുണ്ടല്ലോ, ടൈപ്പോ. ഇന്ത്യ ആൻഡ് അമേരിക്ക. ഹോപ്പ് ഡെവലപ്മെന്റ് പ്രതീക്ഷിക്കാന്നാണോ? The cordial relationship between India and America hopes. അങ്ങനെയാണെങ്കിൽ hopes anticipates development in India എന്ന് കൊടുക്കുക. The written behavior of the students made the teachers call them. Okay. Proximity to market is one of the factor. One of the factor അല്ല, ഇപ്പൊ പറഞ്ഞ one of the into plural noun. മൈഥിലി, the proximity to market is one of the factors that has to be kept in mind at the time of deciding about the planned location. കേട്ടോ? അപ്പോൾ one of the into plural noun മറക്കണ്ട. Even though he is cordial, sometimes he becomes irritant. All right. Steadily stick to your plan without any deviations. Okay. Atmas will come and go, but untouchability remains abiding. All right. Okay, that's great.
India always has a cordial relationship with Russia, but dissonance with Pakistan. Okay. Law of nation is abiding to all citizens. Okay. The residents we are getting from the nature are abiding. The resources. Yes, Krish, yes. All right. Moving on. Substantive. Substantive is an adjective. Adinte meaning idana considerable. Substantive growth in the economy ennu kettilla. Substantive growth. So substantial growth ennu ketti adu. Considerable, important, അതുപോലെ ഇൻഡിപെൻഡന്റ്. ഇന്നത്തെ ആർട്ടിക്കിൾ സബ്സ്റ്റാൻറ്റീവ് ആണ്. അപ്പോൾ നിങ്ങൾ എന്താണെന്ന് ഓർക്കരുത്. കൺസിഡറബിൾ, ഇമ്പോർട്ടൻറ്റ്, സിഗ്നിഫിക്കൻറ്റ്, ഇൻഡിപെൻഡന്റ് എന്നൊക്കെയാണ് കേട്ടോ അർത്ഥം. അതുപോലെ there were dissonance between syllabus given for the exam and questions asked. Okay. My dissonance with my mother-in-law is now changed to cordial relation after living together for 1 year. Okay. The abiding relation that I had been believing with him ends yesterday. Believing with him അല്ലല്ലോ, having with him അല്ലേ. റിലേഷൻ ഒരാളുമായിട്ട് ഉണ്ടായിരുന്നു എന്നല്ല പറയുന്നത്. അബൈഡിങ് റിലേഷൻ ദാറ്റ് ഐ ഹാഡ് ബീൻ ബിലീവിങ് എന്നാണോ, ഐ ഹാഡ് ബിലീവിങ് ഇൻ എന്ന് കൊടുക്കുക. പിന്നെ വിത്ത് ഹിം എന്ന് കൊടുക്കണ്ട. അല്ലെങ്കിൽ വിശ്വസിച്ചുകൊണ്ടിരുന്നത് ആണെങ്കിൽ ഐ ഹാഡ് ബീൻ ബിലീവിങ് ഇൻ എന്ന് പറഞ്ഞാൽ മതി. കേട്ടോ അശ്വതി. അടുത്തത്, ഇവൻ ദോ ദേ ലുക്ക് കോർഡിയൽ ദേ കെപ്റ്റ് dissonance secretly. After applying fertilizers in a correct proportion, farmers able to ആണോ സജിനി? After applying fertilizers in a correct proportion, farmers are able to enjoy the steadily growth അല്ല, steady growth. Steadily growth, അവിടെ growth എന്ന നൗണാ. നൗണിനെ കൊടുക്കാൻ നമുക്ക് adjective ആണ് കൊടുക്കുക, steady growth, not steadily growth. കേട്ടോ. grow എന്ന വേർബിനാണെങ്കിൽ steadily കൊടുത്തോളൂ കേട്ടോ. of their crops. My parents are very cordial to me and my siblings. Okay. Actor Fahad Fasil has a pair of cordial eyes through which he impresses the entire audience. Yes, he has. Love is a base for all the abiding relationships. Yes. Her cordial nature always attracts others. Nature always attract ആണോ? Nature singular അല്ലേ? Attracts ആണ് വേണ്ട കാർത്തിക. Her cordial nature always attracts others. Singular ആയിരുന്നു, singular noun. Verb. Sorry. India and Russia had signed a clandestine abiding agreement. All right. Omicron cases are steadily rising across the world. Yeah. The irritant behavior of Pakistan always made the dissonance between India and Pakistan. Okay. Dissonance between the politicians delay the decisions. It's substantive. Yes, it's important. അടുത്താണ് ഫിൽപ്പ്. കഴിഞ്ഞ ദിവസം ഞാനൊരു വേർഡ് ഫോർ ദ ഡേ പറഞ്ഞിരുന്നു. ഫിൽപ്പ് എന്ന് നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ്, എഡിറ്റോറിയൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. ഫിൽപ്പ് എന്ന് പറഞ്ഞാൽ സ്റ്റിമുലേഷൻ എന്നൊക്കെ പറയാം. സ്റ്റിമുലേഷൻ എന്നൊക്കെയാണ് അർത്ഥം. അല്ലെങ്കിൽ ബൂസ്റ്റ്, എൻകറേജ്മെന്റ്, അല്ലെങ്കിൽ ഇൻസെന്റീവ്, ഇംപെച്വസ് എന്നൊക്കെ. കേട്ടോ, ഓർത്ത് വെച്ചോളാം ഫിൽപ്പ് എന്ന വാക്കിന്റെ അർത്ഥം. ഓക്കെ. സോ അടുത്താണ് ഇമിനന്റ്ലി. നിങ്ങൾക്കറിയാം ഇമിനന്റ് എന്ന് പറഞ്ഞ അഡ്ജക്റ്റീവ് നിങ്ങൾക്കറിയാം. അപ്രോച്ചിങ്, നിയർ, അടുത്ത് വരുന്നു എന്നാണ് അർത്ഥം ഇമിനന്റ് എന്ന് പറഞ്ഞ അർത്ഥം. എന്നാൽ ഇമിനന്റ്ലി എന്ന് പറഞ്ഞാൽ സൂൺ, ഉടനെ, ഷോർട്ട്ലി. ദ ഗസ്റ്റ് വിൽ ബി അറൈവിംഗ് ഇമിനന്റ്ലി. ഷോർട്ട്ലി, സൂൺ, ഡയറക്ട്ലി, പ്രസന്റ്ലി എന്നൊക്കെയാണ് അഡ്വേർബ്. ഓർത്ത് വെച്ചോളൂ. അപ്പോൾ അഡ്വേർബ് ആയിട്ട് ഉപയോഗിക്കുമ്പോൾ ഇമിനന്റ്ലി ആണ്. അതിന്റെ അഡ്വേർബിൽ സിനോണിംസ് ഇതൊക്കെയാണ്. സൂൺ, ഷോർട്ട്ലി, ഡയറക്ട്ലി, പ്രസന്റ്ലി എല്ലാം അഡ്വേർബ്സ് തന്നെയാണ്. അടുത്ത വാക്ക്. എന്നാൽ അപ്രോച്ചിങ് എന്ന് പറയുന്ന അഡ്വേർബ് ആണ്, അഡ്ജക്റ്റീവ് ആണ്. ഇമിനന്റ് എന്ന് പറഞ്ഞാൽ അപ്രോച്ചിങ്, ക്ലോസ് എന്നൊക്കെ പറയുന്നത്, നിയർ എന്നൊക്കെ പറയുന്നത്. അടുത്ത വാക്ക് ക്രിപ്പിൾ എന്ന് പറയുന്ന നൗണായിട്ട് നമ്മൾ പറയട്ടോ. കാല് വയ്യാത്ത ഒരാളെ നമ്മൾ ക്രിപ്പിൾ എന്ന് പറയില്ല. പാരലിസിസ് ആയിട്ടുള്ള ഒരാളെ നമ്മൾ ക്രിപ്പിൾ എന്ന് പറയില്ലേ. ബട്ട് ക്രിപ്പിൾ എന്ന വേർബിന്റെ അർത്ഥം റൂയിൻ ചെയ്യുക, നശിപ്പിക്കുക, ഡിസ്ട്രോയ്, വൈപ്പ് ഔട്ട്. അല്ലാതെ വേറെ അർത്ഥമുണ്ട് ഡിസേബിൾ ചെയ്യുക, ഒരാൾ ഡിസേബിൾ ചെയ്യുക, പാരലൈസ് ചെയ്യുക. കൈയും കാലൊക്കെ തല്ലി ഓടിച്ചിട്ടാന്ന് പറയില്ലേ, ഈ ഗുണ്ടകളൊക്കെ പറയില്ലേ, ലെറ്റ്സ് ക്രിപ്പിൾ ഹിം. ദാറ്റ്സ് ഇറ്റ്. ഓക്കെ. അടുത്ത വാക്ക് ഫ്രേ എന്ന് പറഞ്ഞാൽ അൺറാവൽ, വെയർ ഔട്ട്, ടോൺ, സ്പ്ലിറ്റ്, റിപ്പ്, മൊത്തം കീറി വലിച്ച് കൊളവാക്കുക. ദാറ്റ് ഈസ് വാട്ട് ഫ്രേ മീൻസ്. അൺറാവൽ എന്ന് പറഞ്ഞാൽ അൺകോയിൽ എന്ന് അർത്ഥമുണ്ട്, തുറന്നു വിടുക. ദാറ്റ്സ് ഇറ്റ്. കുടുക്കഴിക്കുക എന്നൊക്കെ ഒരു അർത്ഥമില്ല, അഴിക്കുക. ദാറ്റ്സ് ഇറ്റ്. ഫ്രേ. ഓക്കെ, ഓർത്ത് വെച്ചോ കേട്ടോ. The dissonance in agreement weakened the relationship between India and Pakistan. Okay, farmers have taken substantive decision to recall the bills. Okay, pepper crops shows substantive growth in monsoon season. Okay, whereas have an abiding. Abiding പറയോ? ആർട്ടിക്കിൾ നോക്കിയേ, an ആണ് വവൽസിന്റെ കൂടെ. An abiding and substantive relationship with children. Okay, India has made substantive progress in alleviating poverty since 1990. Yes, a cordial relationship is substantial for any country. Okay, it's time to fill our goals. ഇല്ല സിനി അങ്ങനെ പറയില്ല. ഫിൽപ്പ് എന്ന് പറയുന്നത് വേർബ് ആയിട്ടല്ല, നൗൺ ആയിട്ട് മാത്രം ഉപയോഗിക്കുക. സോ യു കനോട്ട് യൂസ് ഇറ്റ് ഇൻ ദ സെൻസ് ഓഫ് എ വേർബ് ആയിട്ട് ഉപയോഗിക്കരുത് കേട്ടോ ഫിൽപ്പ്.
ബൂസ്റ്റ് എന്ന് പറഞ്ഞ വേർബ് ഉണ്ട്, ബട്ട് സ്റ്റിമുലേറ്റ് എന്ന വേർബ് ഉണ്ട്, എൻകറേജ് വേർബ് ഉണ്ട്, ബട്ട് എന്താണ് ഇൻസെന്റിവൈസ് വേർബ് ഉണ്ട്, ബട്ട് ഫിൽപ്പ് ഇസ് നോട്ട് എ വേർബ്, ഇറ്റ്സ് നൗൺ, പ്യോർലി നൗൺ. ഓർത്ത് വെച്ചോളാം. ഓക്കെ, ഇറ്റ്സ് സബ്സ്റ്റാന്റീവ് ദാറ്റ് ഗവൺമെന്റ് ടേക്ക് നെസസറി ആക്ഷൻ ഓൺ മുല്ലപ്പെരിയാർ ഇഷ്യൂ ബിഫോർ ഇറ്റ് become ആണോ ജസ്റ്റിൻ, ബിഫോർ ഇറ്റ് becomes chaos. A chaos, കുഴപ്പമില്ല, becomes. We will imminently say goodbye to 2021. Yeah, we will soon say yes. I'm believing adele തീരാറായല്ലേ. Yes, I'm believing that I will get job imminently. Okay, I am believing that പറയില്ല, I believe that. നമ്മൾ ഈ ബിലീവ് എന്ന് പറയുന്ന ഒരു സ്റ്റേറ്റീവ് വെർബ്, സ്റ്റേറ്റീവ് വെർബിനെ നമ്മൾ എന്ത് ചെയ്യില്ല, കണ്ടിന്യൂസ് ടെൻസിൽ ഉപയോഗിക്കില്ല. അത് വേറൊരു കാര്യം, അതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പഠിപ്പിച്ചു തരാം പേജിൽ വരുമ്പോട്ടോ കൃഷേ. അപ്പോൾ ഐ ആം ബിലീവിങ് അല്ല, ഐ ബിലീവ് ദാറ്റ് I'll get job imminently. The COVID situation literally crippled all my plans. Okay. Help to employees reduces turnover. Yes. Still he hold a substantive position in the firm, so we have to give him a warm welcome. Okay. Monsoon session is yet to be arranged imminently by the president. Although crippled actions like, all right, that's great. Correct ആണ്. ഇങ്ങനെ കൊടുത്താലും മതി കേട്ടോ. അമ്പു എൽദോ ക്രിപ്പിൾഡ് ആശാൻസ് ലെഗ് എന്ന് കൊടുക്കണ്ട, എൽദോ ക്രിപ്പിൾഡ് ആശാൻ മതി. ആശാന്റെ കൈയും കാലും ഒടിച്ചു എന്ന് അതിന്റെ അർത്ഥം, പാരലൈസ് ചെയ്തു, അയാൾ അങ്ങ് ഇട്ടു എന്നുള്ളതാണ്. സോ എൽദോ ക്രിപ്പിൾഡ് ആശാൻ മതി. ദ സബ്സ്റ്റാന്റീവ് ചേഞ്ച് ഇൻ PSC എക്സാം ഹാവ് ആണോ, ഹാസ്, ചേഞ്ച് അല്ലേ, സിംഗുലർ ആണ് ശരണ്യ. ദ സബ്സ്റ്റാന്റീവ് ചേഞ്ച് ഇൻ PSC എക്സാംസ് ഹാസ് അഫക്റ്റഡ് ശരണ്യ. ഓക്കെ, ഹാവ് എന്നതിന്റെ കൂടെ എന്താ വരേണ്ടത്, V3 നിർബന്ധമാണ്. ഹാവ് സിംഗുലറിന്റെ കൂടെ ആണെങ്കിൽ ഹാസും, ദാറ്റ്സ് ഇറ്റ്. ഹാവോ ഹാസോ ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഹാഡോ ആയിക്കോട്ടെ. ഇതിന്റെ ഒക്കെ കൂടെ എന്ത് വേണം, V3 വേണം. ആക്റ്റീവ് വോയിസിൽ പെർഫെക്റ്റ് ടെൻസ് ആണെങ്കിൽ വേണ്ടേ. ഹാവ് അഫക്റ്റഡ് ദ മെന്റൽ ഹെൽത്ത് ഓഫ് സ്റ്റുഡൻസ്. The bad circumstances will fill our energy to achieve his aim. Okay, another chance of lockdown is imminent by the rise of the COVID-19. Okay, yes. Government takes substantive decision in farm strikes. Okay, don't cripple your career. Okay, I freed my degree prelims question paper. Okay, don't. Yeah, reading books develop the quality of solitudeness and it will our creativity. All right, Indian it fill അവിടെ വീണ്ടും അഗ്ന ഫിൽപ്പ് എന്ന് പറഞ്ഞ വേർബ് അല്ല, നൗൺ ആണ്. സോ ദാറ്റ്സ് റോങ്, യൂസേജ് തെറ്റാണ്. ബൂസ്റ്റ് കൊടുത്തോ, കറക്റ്റ് ആണ്. ഇന്ത്യസ് നാഷണൽ ലോക്ക്ഡൌൺ ക്രിപ്പിൾഡ് ഇൻ economic activities across states. Case notification will come imminently. Yes, that's our hope. If read the documents in anger. The building is going to collapse. So Karthika 2 plus V1. 2 ടെ കൂടെ V1 നെ കൊടുക്കാവുള്ളൂ. Don't use V5. ES ഒന്നും കൊടുക്കരുത്. Tsunami freed the lives of many people and crippled the buildings. By crippling your bad habits, comma, എന്ത് പറ്റും? It leads to healthy, wholesome. അങ്ങനെ കൊടുക്കുക. അല്ലാതെ ബൈ ക്രിപ്ലിംഗ് യുവർ ബാഡ് ഹാബിറ്റ്സ് ലീഡ്സ് ടു എന്നല്ല. അല്ലെങ്കിൽ ബൈ വേണ്ട അവിടെ, കേട്ടോ ശരത്തെ. ക്രിപ്ലിംഗ് യുവർ ബാഡ് ഹാബിറ്റ്സ് ലീഡ്സ് ടു ഹെൽത്തി ഹോൾസം, അങ്ങനെ കൊടുക്കാം. ഓക്കെ, അത് കറക്റ്റാ. ബൈ അവിടെ വേണ്ട. വി ക്യാൻ ഒബ്സർവ് എ ഫിൽപ്പ് ഇൻ ദ ഗ്രോത്ത് ഓഫ് എക്കോണമി ആഫ്റ്റർ കോവിഡ്. ഓക്കെ, ദ കണ്ടിന്യൂസ് റെയിൻ crippled our ecosystem. Okay, the 1983 World Cup win was the fillip for the cricket in India. Okay, the farmers' law that introduced by the government in India crippled all the aims of Indian farmers. Okay, we hope that 2022 may not be a crippling year. Okay, avade adu idaittu upayogichu. Okay, let's see. We can prospect an increase in fill imminently. Increase in the incentive aanu udeshikkunna avade. Okay, the fillip on him made her crazy. Fillip on him endana him, encouragement on him aano, made her crazy that even though to throw her parents away. Made her crazy that enough to that avada varilla Shudi. The fillip on him made her crazy enough to, crazy that vanda, crazy enough to throw alla throw aanade 2 plus V1 na throw V2 aanu ubhayikirde, to throw her parents away. Okay, dowry is a curse that has to be crippled in the bud. Crippled in the bud alla, from the bud. Cripple idana from the bud, removed from the bud aanu. Social media have given great fillip to exchange ideas among people. Yes, fillip is always needed to have a healthy relationship. Okay, COVID-19 crippled all activities across the world. Allowance provides by union government to state government is really a fillip to states. Okay, great. Moving on to next one, jarring. എന്താണ് ജാറിംഗ് എന്ന വാക്കിന്റെ അർത്ഥം? ജാറിംഗ് എന്ന് പറഞ്ഞാൽ അഡ്ജക്റ്റീവ് ആണ്. അതിന്റെ അർത്ഥം ഇതാണ്, ഇൻകോൺഗ്രുവസ്. നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, ഡിസ്പാരിറ്റി, ഒരു
എന്തോ ഒരു ചേർച്ചയില്ലായ്മ, അതിനെയാണ് നമ്മൾ ആ ചേർച്ചയില്ലായ്മ എന്ന അഡ്ജക്റ്റീവാണ് ജാരിങ് എന്നതിൻ്റെ മീനിങ്. ക്ലാഷിങ്, ഒരു ക്ലാഷാണ്, ഒരു ഡിസ്പാരിറ്റി. അപ്സെറ്റിംഗ്, ഹാർഷ് എന്നൊക്കെയാണ് അർത്ഥം. ഓക്കെ, ഓർത്ത് വെച്ചുള്ള ജാറിങ്. എന്നാൽ അടുത്ത നോക്കിക്കേ, ജാറിങ് എക്കോണമീസ് എന്നൊക്കെ പറയില്ലേ, ക്ലാഷിങ് എന്നൊക്കെ പറയാം. അടുത്താണ് ഫോർജ്. ഫോർജ് എന്ന വാക്കിന്റെ അർത്ഥം, ഫോർജ് എന്ന് പറയുന്നതിന് ലീഗൽ ടേമിൽ വേറൊരു മീനിങ് ഉണ്ട്, അത് ഞാൻ പറഞ്ഞേക്കാം. ലീഗലി നമ്മൾ അതിന്റെ മീനിങ്, ലീഗൽ ടേമിൽ അതിന്റെ മീനിങ് ഇതാണ്. ഫോർജ് എന്ന് പറഞ്ഞാൽ കോപ്പി സംതിങ് ഇല്ലീഗലി. ഇല്ലീഗലായിട്ട് ഒരു കാര്യം, ഡോക്യുമെന്റ് ഒക്കെ കോപ്പി, ഫോർജിങ് ദി ഡോക്യുമെന്റ്സ് കേട്ടില്ല, ഫോർജറി, അതിന്റെ നൗണാണ് ഫോർജറി. കേട്ടുണ്ടാവുമായിരിക്കും അല്ലെ? ഫോർജിങ്ങിന്റെ നൗൺ കേട്ടിട്ടില്ല, ഫോർജറി. ഇറ്റ്സ് എ ക്രൈം. ഫോർജറി ഒരു ക്രൈമാണ്, നൗണാണ്. എന്നാൽ ഫോർജ് എന്ന വേർബിന് പോസിറ്റീവ് മീനിങ് ഉണ്ട്. അർത്ഥം എന്താ? ഫൗണ്ട്. ഫൗണ്ട് ചെയ്യാന്ന് പറഞ്ഞാൽ ബിൽഡ് ചെയ്യുക, നിർമ്മിക്കുക. ഫൗണ്ട്, ബിൽഡ്, കൺസ്ട്രക്ട്, ഫോം, ഷേപ്പ്, മൗൾഡ് എന്നൊക്കെയാണ് അർത്ഥം. മൗൾഡ്, ഫോം, ഷേപ്പ്, കൺസ്ട്രക്ട്, ബിൽഡ് എന്നൊക്കെയാണ്. ഫൗണ്ട് എന്നൊക്കെയാണ് ഫോർജ് എന്ന വാക്കിന്റെ അർത്ഥം, നിർമ്മിക്കുക. ഓക്കെ. ട്രൂസ് അറിയാലോ. ട്രൂസ് എന്ന് പറയുമ്പോൾ നമ്മൾ കൈ കൊടുത്തത് പീസ്, ദാറ്റ്സ് ഇറ്റ്, പീസ്, സമാധാനം. ട്രീറ്റി, റെസ്പൈറ്റ് എന്നൊക്കെ അർത്ഥമുണ്ട്. ബ്രേക്ക്. ആംസൈസ് എന്ന് പറഞ്ഞാൽ ഒരു എഗ്രിമെന്റ് ആണ് കേട്ടോ. സീസ് ഫയർ, തൽക്കാലത്തേക്ക് വഴക്കൊക്കെ നിർത്തി വെക്കുന്ന ഒരു ചെറിയൊരു എഗ്രിമെന്റിൽ വരുന്നതാണ് സീസ് ഫയർ, ആംസൈസ് എന്നൊക്കെ അറിയാം. അമിസ്റ്റസ്, പീസ്, ട്രീറ്റി, റെസ്പൈറ്റ് എന്നൊക്കെയാണ് ട്രൂസ് എന്ന വാക്കിന്റെ അർത്ഥം. അറിയാവുന്ന വാക്കാണ്, ഒന്നുകൂടെ പറഞ്ഞത് മാത്രം. അടുത്ത വാക്കാണ് ബോട്ട്. ബോട്ട് എന്ന വാക്കിന്റെ അർത്ഥം ബാറ്റിൽ, മാച്ച്, എൻകൗണ്ടർ എന്നൊക്കെയാണ്. ഒരു ബാറ്റിൽ, വഴക്ക്, മാച്ച്, മത്സരം, എൻകൗണ്ടർ, ഫേസ് ടു ഫേസ് എൻകൗണ്ടർ പറയില്ലേ സംഭവം, അതിനാണ് ബോട്ട് എന്ന് പറയാം. നൗൺ ആണേ, ഓർത്ത് വെച്ചോളാം. അടുത്ത വാക്ക് ക്ലിഞ്ച്. ക്ലിഞ്ച് എന്ന് പറയുമ്പോൾ നോക്കിയേ, ക്ലിഞ്ച് ടു, കയറി നമ്മൾ ഒരു മുറുകെ പിടിക്കുന്ന ഒരു കാര്യം എന്നാണ് ക്ലിഞ്ച് ടു സംതിങ് എന്ന് പറഞ്ഞാൽ. ക്ലിഞ്ച് എന്ന് പറഞ്ഞാൽ ഗ്രാബ്, സെക്യൂർ. ഗ്രാബ് ചെയ്യുമ്പോൾ തന്നെ ഓർക്കുക, വി ആർ ഹോൾഡിങ് സംതിങ് ടു സെക്യൂർ ഇറ്റ് അല്ലേ, ടു സെക്യൂർ. കൺഫേം, റെസിൽ എന്നൊക്കെയാണ് ക്ലിഞ്ച് എന്ന വാക്കിന്റെ അർത്ഥം. ഓർത്ത് വെച്ചോളൂ. ക്ലിഞ്ച് എന്ന വേർബിന്റെ അർത്ഥം ഗ്രാബ്, സെക്യൂർ, കൺഫേം, റെസിൽ എന്നൊക്കെ അർത്ഥമുണ്ട്. റെസിൽ ഫോർ സംതിങ് ഗുഡ്, എനിക്ക് എന്തെങ്കിലും കാര്യം പ്രൊട്ടക്ട് ചെയ്യണം എങ്കിൽ ഐ എം റെസ്ലിംഗ് ഫോർ ദാറ്റ്, ദാറ്റ്സ് ഇറ്റ്. ഓർത്ത് വെച്ചോണേ. ഓക്കെ. Neeraj Chopra is a flip to the upcoming Indian Olympians. Yes. Jarring relation between the husband and wife led to divorce. Okay. Our young generation can imminently build a visionary society in the long run. Okay. Okay. Oh, sorry. Spelling മാറിപ്പോയി. I'm so sorry. യെസ് ജി. ഓക്കെ. ഞാൻ ടൈപ്പ് ചെയ്തപ്പോഴേ ഞാൻ പറഞ്ഞില്ലേ, ഇന്ന് മൊത്തത്തിൽ താമസിച്ചൊരു മടി പിടിച്ചിരുന്ന് പരിപാടി ചെയ്തത്. യെസ്, ഇറ്റ് ഈസ് ഇൻകോൺഗ്രുവസ്. കോൺഗ്രുവസ്, ഒരു യു ഉണ്ട്, ഒരു മിസ്സിംഗ് ആണ്. സോറി ഫോർ ദാറ്റ്. ഒരു യു മിസ്സിംഗ് ആണ് ഇവിടെ, ഉണ്ട് യു. ഓക്കെ, താങ്ക് യു സിജി, താങ്ക് യു സോ മച്ച്. ഓക്കെ, അടുത്ത് നോക്കാം. വൺ മസ്റ്റ് ഹാർഡ് വർക്ക് അല്ല കേട്ടോ സുവർണ, വൺ മസ്റ്റ് വർക്ക് ഹാർഡ് ടു ഫിലിപ്പ് ദർ. വൺ മസ്റ്റ് വർക്ക് ഹാർഡ്, ബട്ട് ഫിലിപ്പ് ഈസ് എ നൗൺ. അവിടെ 2+ നൗൺ ഉപയോഗിക്കില്ല നമ്മൾ, 2+ V1 ഉപയോഗിച്ചോളൂ കേട്ടോ. അപ്പൊ ടു ഫിലിപ്പ് എന്ന് പറഞ്ഞാൽ ടു ബൂസ്റ്റ് ദർ ഗോൾസ് എന്ന് കൊടുക്കുക. ഡോണ്ട് യൂസ് ഫിലിപ്പ് അവിടെ. ഫിലിപ്പ് അവിടെ ഉപയോഗിക്കുന്നത് ഫിലിപ്പ് നൗൺ ആയിട്ടേ ഉപയോഗിക്കുള്ളേ. പിന്നെ എടുത്തത് ഫിലിപ്പ് ഇസ് ഓൺലി എ നൗൺ, നോട്ട് എ വേർബ്. വേർബ് അല്ല. പിന്നെ വൺ മസ്റ്റ് ഹാർഡ് വർക്ക് എന്നുള്ള, ഹാർഡ് വർക്ക് നൗൺ ആണ്. യു കെൻ യൂസ് ഇറ്റ് ആസ് വർക്ക് ഹാർഡ്. വെർബ് ആണെങ്കിൽ വർക്ക് ഹാർഡ്. പ്ലീസ് മേക്ക് എ ഫോർജ്ഡ് സൂയിസൈഡ് നോട്ട് ഫോർ ഡൈവേർട്ടിംഗ് ഇൻ ടു ദ മർഡർ. Clinch your return date. Okay, my vote is to clinch HCA. Okay, my battle, അതാണ് ഉദ്ദേശിക്കുന്നത്. Okay, even though I'm afraid by all the exams which I have not passed, I always move forward optimistically, giving substantive to my next exam. Okay, we are in boat of exams. Okay, we are in a battle. Yes, moving on. അടുത്ത വാക്ക് Vogue. Vogue എന്ന വാക്ക് അറിയാലോ, ഒരു ഫാഷൻ മാഗസീൻ ആണ് നമ്മുടെ US-ലുള്ള Vogue അറിയായിരിക്കും. സോ വോഗ് ഒരു തവണ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. വോഗ് എന്ന് പറഞ്ഞാൽ ഫാഷൻ, ട്രെൻഡ്, സ്റ്റൈൽ, ഇൻഫാച്വേഷൻ, നമ്മളിങ്ങനെ ശ്രദ്ധ ആകർഷിപ്പിക്കുന്ന ഒരു കാര്യം. ദാറ്റ് ഇസ് വാട്ട് വോഗ് ഇസ്. അടുത്തത് ഇൻവിസിബിൾ. ഇൻവിസിബിൾ അല്ല, ഇൻവിൻസിബിൾ. രണ്ടാണ്. ഐ എം സോ സോറി, ഞാൻ പറഞ്ഞതേ തെറ്റിപ്പോയി. ഇൻവിസിബിൾ എന്ന് പറഞ്ഞാൽ വിസിബിൾ അല്ലാത്തത്. മനസ്സിലായി? ഇത് രണ്ടാ, കൺഫ്യൂസ് ആയി പോയത്. ഇൻവിസിബിൾ എന്ന് പറഞ്ഞാൽ കാണാൻ പറ്റില്ല. വി ആർ നോട്ട് ഏബിൾ ടു സീ സം. ഇൻവിസിബിൾ ആണ്, ഹിഡൻ ആണ്. ഇൻവിസിബിൾ ഹിഡൻ ആണ്, അല്ലെങ്കിൽ കാണാൻ പറ്റില്ല. വി കെ നോട്ട് സീ ദാറ്റ്, ഇറ്റ്സ് കവേർഡ്, കാണാൻ പറ്റുന്നില്ല. നോട്ട് വിസിബിൾ. എന്നാൽ ഇൻവിൻസിബിൾ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? അൺബീറ്റബിൾ, പവർഫുൾ, ഇൻഡോമിറ്റബിൾ. ആരെ കൊണ്ട് തോൽപ്പിക്കാൻ പറ്റില്ലാത്തവരാണെങ്കിൽ, ആ ഒരു എനർജി, ആ ഒരു പവർ ആണെങ്കിൽ യു വിൽ സേ ഇൻവിൻസിബിൾ. കേട്ടുണ്ടാവും ഇൻവിൻസിബിൾ പവേഴ്സ്, കേട്ടിട്ടുണ്ടായിരിക്കും. അടുത്താണ്
Conventional. You know what conventional? Conventional ideologies എന്ന് കേട്ടിട്ടുണ്ടായിരിക്കും. So conventional is adjective. Usage ഇതാണ്. Regular, ordinary, common എന്നൊക്കെയാണ് അർത്ഥം. Normal എന്നൊക്കെ നമ്മൾ പറയും. Normal, conventional ആയിട്ടുള്ള ചിന്താഗതിയാണ്. Traditional എന്നൊക്കെ ഒരു അർത്ഥം. സാധാരണഗതി. ഓക്കെ ഓക്കെ അടുത്ത നോക്കിക്കേ. എക്സോൾട്ടഡ്. എക്സോൾട്ടഡ് എന്ന് പറഞ്ഞാൽ അഡ്ജക്റ്റീവ് ആയിട്ട് ഉപയോഗിക്കുകയാണ്. എക്സോൾട്ട് എന്ന് പറഞ്ഞാൽ ഉയർത്തുക എന്നാണ് കേട്ടോ. ബട്ട് എക്സോൾട്ടഡ് എന്ന് പറഞ്ഞാൽ അഡ്ജക്റ്റീവ് ആയിട്ട് ഉപയോഗിക്കും. അതിന്റെ മീനിങ് ഹൈ, സുപ്പീരിയർ, എലീറ്റഡ്, സബ്ലിം, ഉയർന്ന എന്നാണ് അഡ്ജക്റ്റീവ് ആയിട്ട് യൂസ് ചെയ്ത് ഓർത്ത് വെച്ചോളാം കേട്ടോ. അപ്പോൾ സുപ്രീം അല്ലെങ്കിൽ സുപ്പീരിയർ, അതുപോലെ തന്നെ എലൈറ്റഡ് എന്നൊക്കെയാണ് നമ്മുടെ എന്തിൻ്റെ അർത്ഥം, ഈ പറഞ്ഞ എക്സോൾട്ടഡ് എന്ന വാക്കിൻ്റെ അർത്ഥം. ഓർത്ത് വെച്ചോളാം. അടുത്ത വാക്കാണ് ക്ലൗട്ട്. ക്ലൗട്ട് എന്ന വാക്ക് നൗൺ ആയിട്ടും വേർബായിട്ട് ഉപയോഗിക്കാം. ഇടിക്കുക, സ്മാക്ക്, ഹിറ്റ്, സ്ലാപ്പ്, പഞ്ച്, സ്ട്രൈക്ക് എന്നൊക്കെ അർത്ഥമുണ്ട്. ഇന്നത്തെ ക്രിക്കറ്റിനെ പറ്റി. അപ്പോൾ ക്ലൗട്ട് എന്ന് പറയുമ്പോൾ നൗൺ ആയിട്ട് ഉപയോഗിക്കാം, ഹിറ്റ് സംതിങ് എന്ന രീതിയിൽ നമുക്ക് വേർബായിട്ട് ഉപയോഗിക്കാം. റിമെമ്പർ ദാറ്റ്. ഓക്കെ, ഓൾറൈറ്റ്. യെസ്, താനോസ്, ഇൻവിൻസിബിൾ. യെസ്, we are in a board of exams. State government has a jarring opinion with central government on CAA. Okay, forge a new group for the project. Okay, SEBI boss forged the forward block in 1939. Okay, the jarring behavior of Maya's boss forced her to quit the job. Clinch your opportunity whenever you get a chance. Okay, Mirabai Chanu clinched her first Olympic medal for India in Tokyo Olympics. Yeah, go clinch him for resisting law apprehension. Okay, India is becoming an invincible country in the world. Okay, USA and India forged an alliance to tackle terrorism. Yes, I got impressed by the work of that girl. Yes, I have an invincible mind. Okay, Emperor Akbar was an invincible power of his times. Okay, new generation goes towards vogue materials. Okay, you mean avada vogue ennu udeshikunathu endayittanu manasilaya? Materials aanu noun, avada adjective aayittu upayogikkunu. Fashion materials. Great, but usage is right. Conventional behavior never favor ആണോ? നെവർ ഫേവേഴ്സ്. കൺവെൻഷണൽ ബിഹേവിയർ അല്ലേ ശരത്തെ? അപ്പോൾ ബിഹേവിയർ സിംഗുലർ അല്ലേ? അപ്പോൾ വേർബ് സിംഗുലർ കൊടുക്കണ്ടേ? കൺവെൻഷണൽ ബിഹേവിയർ നെവർ ഫേവേഴ്സ് അപ്പോൺ റാഡിക്കൽ ചേഞ്ചസ്. ഇറ്റ് വാസ് എ ടൈറ്റ് ക്ലൗഡ് ഓൺ ദർ ഫേസ്. ഓക്കെ, ടൈറ്റ് ഹിറ്റ്. ഓക്കെ, എക്സോൾട്ടഡ് മെന്റൽ പവർ മെയ്ഡ് ഹിം ഇൻവിൻസിബിൾ. റൈറ്റ്. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഇന്നത്തെ നമ്മുടെ സിനോണിംസ്, ആന്റണിംസ് ഒക്കെ ഉള്ളത്. സോ ലെറ്റ്സ് സ്റ്റാർട്ട് വിത്ത് ദ ആർട്ടിക്കിൾ. അപ്പോൾ ആർട്ടിക്കിളിലോട്ട് പോകുന്നതിന് മുമ്പ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് എല്ലാവരും. നമുക്ക് 87 പേരോളം ഉണ്ട് ലൈവില്. അപ്പോൾ ആകെ 30 പേരെ എനിക്ക് ലൈക്ക് തന്നിട്ടുള്ളൂ. ബാക്കിയുള്ളവർക്കൊന്നും ഇഷ്ടപ്പെട്ടില്ലേ? അപ്പോൾ ചുമ്മാ തമാശയ്ക്ക് വന്നിരിക്കുന്ന രാജമൗലി പ്ലേസസ് ബാഹുബലി ആസ് എൻ ഇൻവിൻസിബിൾ ക്യാരക്ടർ ഇൻ ദ ഫിലിം. ഓക്കെ, ന്യൂ വോക്ക് ഓവർ റൈറ്റ്സ് കൺവെൻഷണൽ സ്റ്റൈൽസ്. ഗ്രേറ്റ്. ഓക്കെ, അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. ഷോ മീ സം ലവ് ആൻഡ് സപ്പോർട്ട്. ഓക്കെ, എന്നിട്ട് നമുക്ക് ആർട്ടിക്കിളിലോട്ട് പോകാം. റോബസ്റ്റ് ഫ്രണ്ട്ഷിപ്പ്. റോബസ്റ്റ ഫ്രണ്ട്ഷിപ്പ് ആണ് അല്ലേ? പവർഫുൾ ഫ്രണ്ട്ഷിപ്പിനെ പറ്റിയാണ് നമ്മൾ പറയാൻ പോകുന്നത്. ലെറ്റ്സ് സ്റ്റാർട്ട് വിത്ത് ദാറ്റ് ആർട്ടിക്കിൾ. വേഗം ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ആൻഡ് ഷോ മീ എ തംസ് അപ്പ് എവരിവൺ. അപ്പൊ നമുക്ക് നോക്കാം ഇന്നത്തെ ആർട്ടിക്കിളിനെ പറ്റി, ഇന്റർനാഷണൽ റിലേഷൻഷിപ്പിനെ പറ്റി. We should have an invincible mind throughout the life. Okay, invincible courage offer alleviated many issues in her life. Okay, to be invincible you have to change your conventional style of business. Great, Jayashankar. All right. Okay, my father has an invincible mind to overcome all the challenges. Right. All right. പോവാം നമുക്ക്. പിന്നെ സമയം കളയുന്നില്ല, നമുക്ക് വായിച്ചു നോക്കാം എന്താണ്. India and Russia have to navigate a complex geopolitical landscape while deepening ties. എന്താ ചെയ്യണമെന്നാ പറയുന്നത്? ഇന്ത്യയും റഷ്യയും തമ്മിൽ ഒരു കോംപ്ലക്സ് ആയിട്ടുള്ള ജിയോ പൊളിറ്റിക്കൽ ലാൻഡ്സ്കേപ്പ് ഉണ്ട് നമുക്ക്. അപ്പൊ അതെന്ത് ചെയ്യണം? അതിനൊന്ന് നാവിഗേറ്റ് ചെയ്യാം, അതിനൊന്ന് നമ്മൾ ഡിറക്റ്റ് ചെയ്യാം, അതിനൊന്ന് ഡിറക്റ്റ് ചെയ്ത് ഒന്ന് സെറ്റാക്കി വരണം. വൈൽ ഡീപ്പനിങ് ടൈസ് നമ്മൾ കണക്ഷൻ തമ്മിൽ ഒന്ന് ഡീപ്പ് ആക്കുമ്പോൾ ഒന്ന് ജിയോ പൊളിറ്റിക്കൽ ലാൻഡ്സ്കേപ്പ് ഒന്ന് മനസ്സിലാക്കി വെച്ചോളാം. നമ്മുടെ അറിയാലോ ജോഗ്രഫിക്കൽ ജിയോ പൊളിറ്റിക്കൽ ലാൻഡ്സ്കേപ്പ് നമ്മുടെ എങ്ങനെയാണെന്നുള്ളതൊക്കെ ഒന്ന് കണ്ടീഷനെ പറ്റിയൊക്കെ ഒന്ന് മനസ്സിലാക്കി വെക്കണം, അതൊന്ന് നാവിഗേറ്റ് ചെയ്ത് വെക്കണം എന്നാണ് നമ്മുടെ ഓതർ പറയുന്നത്. ലെറ്റ്സ് സീ വാട്ട് ഇറ്റ് ഈസ് ഓൾ അബൌട്ട്. Okay, Russian President Vladimir Putin has concluded a short summit meeting with Prime Minister Narendra Modi in New Delhi, highlighting the all-weather partnership between the two countries despite trying global circumstances. Not only does the president's visit come as the world faces the grim prospect of the Omicron variant of COVID-19 pandemic, but it also builds years of growing proximity between New Delhi and Washington, a potential instant return to Moscow. നോക്കാം എന്താ ഇവിടെ പറയുന്നതെന്ന്. അപ്പോൾ റഷ്യൻ നമ്മുടെ പ്രസിഡന്റ് ആയ വ്ളാഡിമിർ പുടിനും
അതുപോലെ തന്നെ നമ്മുടെ പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദിയും തമ്മിൽ ഒരു സബ്മിറ്റ് മീറ്റിംഗ്, ഒരു ഷോർട്ട് സബ്മിറ്റ് മീറ്റിംഗ് കൺക്ലൂഡ് ചെയ്തു കഴിഞ്ഞ ദിവസം. അതെങ്ങനെയാണ് കൺക്ലൂഡ് ചെയ്തേക്കുന്നത്? എവിടെ വെച്ച്? ന്യൂഡൽഹി വെച്ചിട്ട്. എന്താ ഹൈലൈറ്റ് ചെയ്തേക്കുന്നത്? ഓൾ വെതർ പാർട്ട്ണർഷിപ്പാണ്. അതായത് എല്ലാ കാലഘട്ടത്തും, ഓൾ വെതർ എന്ന എല്ലാ സീസണിലും ഒരുപോലെ തന്നെ നിൽക്കുന്ന ഒരു പാർട്ട്ണർഷിപ്പ് ബിറ്റ്വീൻ ദ ടു കൺട്രീസ്. എല്ലാ ഗ്ലോബൽ സർക്കംസ്റ്റൻസിനെയും സൈഡിലോട്ട് മാറ്റി നിർത്തിയിട്ട് അവർ പറയുന്നു ഒരു ഓൾ വെതർ പാർട്ട്ണർഷിപ്പ് അവർ സൈൻ ചെയ്തു. ദാറ്റ്സ് ഇറ്റ്. അപ്പോൾ ഈ പ്രസിഡന്റ് വിസിറ്റ് എന്ന് പറയുന്നത് ഒന്ന് ആലോചിക്കുക. നോട്ട് ഓൺലി ഡസ് ദ പ്രസിഡന്റ് വിസിറ്റ്, അവിടെ നോട്ട് ഓൺലി ഉപയോഗിച്ചേക്കുന്നത് കൺജങ്ഷൻ ആയിട്ടല്ല, നോട്ട് ഓൺലി ഇവിടെ ഉപയോഗിച്ചേക്കുന്ന ഒരു അഡ്വേർബൽ എക്സ്പ്രഷൻ ആയിട്ട്. നോട്ട് ഓൺലി ഡസ് ദ പ്രസിഡന്റ് വിസിറ്റ് ഇങ്ങനെ ചെയ്തു, സെന്റൻസിനെ മൊത്തം ഇത് ചെയ്യാൻ വേണ്ടി ഡസ്റ്റ്. അതുകൊണ്ടാണ് നോട്ട് ഓൺലി കഴിഞ്ഞിട്ട് ഡസ് വന്നേക്കുന്നുണ്ടോ, ഓക്സിലറി വന്നേക്കുന്നുണ്ടോ, പിന്നെ സബ്ജക്റ്റ് ആണ്, ഇൻവേർഷൻ വന്നുണ്ടോ. നോട്ട് ഓൺലി ഡസ് ദ പ്രസിഡന്റ് വിസിറ്റ് come as the world faces grim prospect of the Omicron variant. അപ്പോൾ ഇത്രയും സങ്കടപ്പെട്ട് ഗ്ലൂമി ആയിട്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ വേൾഡ് മൊത്തം അങ്ങനെ ഇരിക്കും. കോവിഡിന്റെ ഒമിക്രോൺ വേരിയന്റ് ആയിട്ട് ഇങ്ങനെ അഫക്ട് ചെയ്തിരിക്കുന്ന സമയമായിട്ട് മാത്രമല്ല, ബട്ട് ഇറ്റ് ഓൾസോ ഫോളോസ് ഇയേഴ്സ് ഓഫ് ഗ്രോയിങ് പ്രോക്സിമിറ്റി ബിറ്റ്വീൻ ന്യൂഡൽഹി ആൻഡ് വാഷിംഗ്ടൺ. വേറൊന്നും കൊണ്ടല്ല, വേറൊരു കാര്യം കൂടെ നടക്കുന്നുണ്ട്. ന്യൂഡൽഹിയും വാഷിംഗ്ടണും നമ്മൾ കുറേ നാളായിട്ട് ഈ പറയുന്ന ഒരു അടുപ്പം വന്നുകൊണ്ടേയിരിക്കുക, ക്ലോസ്നെസ്, പ്രോക്സിമിറ്റി. അപ്പോൾ അതും ഒന്ന് ട്രിഗർ ചെയ്തു. അപ്പോൾ ആ സമയത്തും വന്ന് ഈ ഒരു ഇത് ചെയ്തില്ലെങ്കിൽ പണി വാളുമെന്ന് പുടിന് തോന്നി. കാരണം റഷ്യ USA തമ്മിൽ എപ്പോഴും പോട്ടിഹേ, അതുകൊണ്ട്. ഓക്കെ, അപ്പോൾ പൊട്ടൻഷ്യൽ റിട്ടേൺ ടു മോസ്കോയുടെ ഏറ്റവും വലിയൊരു പെസ്റ്റാണ് ഈ പറയുന്ന ഈ USA വാഷിംഗ്ടൺ ഒക്കെ. അപ്പോൾ വാഷിംഗ്ടൺ DC എന്ന് പറയുമ്പോൾ നമ്മുടെ മെയിൻ സെന്റർ എന്ന് പറയുമ്പോൾ തന്നെ ഒന്ന് ആലോചിച്ചൊക്കെ, അവർ USAയും റഷ്യയും തമ്മിൽ ചകടയാണ്. അപ്പോൾ അവർ തമ്മിലുള്ള വഴക്ക് എല്ലാ സമയത്ത് ഈ ഇന്ത്യയും ന്യൂഡൽഹിയും വാഷിംഗ്ടണും തമ്മിൽ അടുത്തുകൊണ്ടിരിക്കുമ്പോൾ അത് വല്ലാത്തൊരു ബുദ്ധിമുട്ട്, ഇറിറ്റേഷനാണ് ആർക്ക്? ഈ പറയുന്ന റഷ്യക്ക്. അതുകൊണ്ടാണ് ഇത് വരാനുള്ളൊരു ചാൻസ് തന്നെ ഇപ്പോൾ വന്നതെന്നുള്ള കാര്യം ഒന്ന് ഓർത്ത് നോക്കുക. ഓക്കെ, ദാറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. ഓക്കെ. അടുത്ത് നോക്കാം. സൈമിൾട്ടേനിയസ്ലി, നിങ്ങളുടെ സെന്റൻസ് ഞാൻ വായിച്ചു നോക്കിയത് കറക്റ്റ് ആണ് കേട്ടോ, അതുകൊണ്ട് ഞാൻ പറയാത്തത്. സൈമിൾട്ടേനിയസ്ലി ദ ചൈന ഫാക്ടർ ഹാസ് ബീൻ സ്റ്റെഡിലി പുള്ളിംഗ് ദ ഇന്ത്യ-Russia bilateral tango in all the wrong directions. While Russia relies on cordial ties with China to stabilize its interest in an unstable Afghanistan post the US's exit, New Delhi and Beijing have scarcely seen eye to eye on border tensions and geopolitical rivalry across the Asia region. Notwithstanding these reasons for possible strategic dissonance, India and Russia reaffirmed the strength of their abiding deep multi-decade ties, building further confidence in each other through substantive defense agreements. Okay, അപ്പോൾ പറഞ്ഞു വരുന്ന നോക്കി. അപ്പോൾ എല്ലാ ഇടത്തെയും ഇതിനെപ്പറ്റി നമ്മൾ പറയുന്നുണ്ട്. സൈമിൾട്ടേനിയസ് അതേസമയം അറ്റ് ദ സെയിം ടൈം നടന്നുകൊണ്ടിരിക്കുന്ന വെച്ചാൽ ചൈനയുടെ ഒരു ഫാക്ടർ ഉണ്ട്. ചൈന ഫാക്ടർ ഒന്ന് പുള്ളി ചെയ്തുകൊണ്ടിരിക്കുക. ഇന്ത്യ റഷ്യയും തമ്മിലുള്ള ഈ എന്താ പറയുക, സ്റ്റഡിലി ആയിട്ട് ഇങ്ങനെ പൊക്കോണ്ടിരിക്കുകയാണ്, പുള്ളി ചെയ്തുകൊണ്ടിരിക്കുകയാണ് ചൈന ഫാക്ടർ. കാര്യം എന്താ വെച്ചാൽ ഇന്ത്യ റഷ്യയും തമ്മിലുള്ള ഒരു ബൈലാറ്ററൽ ടാങ്കോ എന്ന് പറയുമ്പോൾ അറിയാലോ, ഈ പറയുന്ന ആഫ്രിക്കൻ ഇതിലൊരു ഡാൻസ് ആണ്, രണ്ടുപേരും തമ്മിലുള്ള ഡാൻസ്. അത് ഭയങ്കര പവർഫുൾ ഡാൻസ് ആണ്, ആൻഡ് ഇറ്റ് ഇസ് സൈമിൾട്ടേനിയസ് ആയിട്ട് നടക്കുന്ന ഒരു ഡാൻസ് ആണ്. പക്ഷേ ആ ബൈലാറ്ററൽ ടാങ്കോ, അവർ രണ്ടുപേരും തമ്മിലുള്ള ആ ഒരു ഡാൻസ് ഉണ്ടല്ലോ, അവർ തമ്മിലൊരു കളി റോങ് ഡയറക്ഷനിലോട്ട് പൊക്കോണ്ടിരിക്കുമായിരുന്നു. കുറേ നാളായിട്ട് പൊക്കോണ്ടിരിക്കുകയാണ് ഈ ഇന്ത്യയും റഷ്യയും തമ്മിലുള്ളൊരു ഈ പറയുന്ന നമ്മുടെ കണക്ഷൻ. ഓക്കെ, എന്നാൽ റഷ്യയുടെ കോർഡിയൽ ടൈസ് ചൈനയുമായിട്ട് ഉണ്ടായിരുന്നു. എന്തിനു വേണ്ടിയിട്ടാ? അഫ്ഗാൻ ഇതുമായിട്ട് US എക്സിറ്റ് ചെയ്തൊക്കെ ഓർമ്മയില്ല. അപ്പോൾ US-നെതിരുള്ളവരെല്ലാം നമ്മുടെ റഷ്യയുടെ കൂട്ടുകാരാണ്. അപ്പോൾ ചൈന അവരുമായിട്ട് എതിരായതുകൊണ്ട് അത് വല്ലാണ്ട് റഷ്യയും ചൈനയും തമ്മിലൊരു ബന്ധം ഉണ്ടായിരുന്നു. അതൊന്ന് സ്റ്റെബിലൈസ് ചെയ്തിട്ടിരിക്കുമായിരുന്നു. അതേസമയം ഒന്ന് ആലോചിച്ച് നോക്കുക. അപ്പം ആ സമയത്ത് ന്യൂഡൽഹി ബെയ്ജിങ്ങും തമ്മിൽ ആ ഒരു US-ന്റെ എക്സിറ്റിന് ശേഷമുള്ള ന്യൂഡൽഹിയും ബെയ്ജിങ്ങും തമ്മിൽ ഒരിക്കലും എഗ്രി ചെയ്തിട്ടില്ല ഒരു കാര്യത്തിലും. ദേ ഹാഡ് സ്കേഴ്സ്ലി സീൻ, അതായത് നെവർ എന്ന് റെയർലി എന്നൊരർത്ഥമാണ്, കണ്ടിട്ടേ ഇല്ല. അവർ തമ്മിലൊരു കാര്യത്തിനും എഗ്രി ചെയ്തിട്ടില്ല ബോർഡർ ടെൻഷൻ്റെ കാര്യത്തിൽ. മാത്രമല്ല ജിയോ പൊളിറ്റിക്കൽ റൈവൽറി ഉണ്ടായിരുന്നു ഏഷ്യൻ റീജിയനിൽ. അപ്പോൾ ആ അഫ്ഗാനിൽ നിന്ന് US എപ്പോഴാണോ എക്സിറ്റ് ചെയ്ത് അത് മുതൽ ഈ പറയുന്ന ബെയ്ജിങ്ങും ന്യൂഡൽഹിയും നമ്മൾ നല്ലൊരു ഐക്യത്തിലല്ല, ഇന്ത്യയും ചൈനയും തമ്മിൽ ഒരു നല്ലൊരു ഐക്യത്തിലല്ല പൊക്കോണ്ടിരിക്കുന്നത്. അത് പൊളിറ്റിക്കൽ റൈവൽറിയുടെ കാര്യം ആയിക്കോട്ടെ, ബോർഡർ ടെൻഷൻ്റെ കാര്യം എപ്പോഴും ഇങ്ങനെ തന്നെയാണ്. ഓക്കെ, എന്നാൽ അതുപോലെ നോട്ട് വിത്ത് സ്റ്റാൻഡിങ് ഹവർ, ഈ റീസണൊക്കെ ഉണ്ടെങ്കിൽ പോലും, ഡെസ്പൈറ്റ് ഓഫ് ദീസ് റീസൺസ് എല്ലാം ഉണ്ടെങ്കിലും, ഒരു പോസിബിൾ ഡിസണൻസ്, ഒരു ചെറിയൊരു ഡിസഗ്രിമെന്റ്, ഒരു വഴക്ക് ബിറ്റ്വീൻ എന്തില്ല ഇന്ത്യ ഉള്ള സമയത്തും, ഈ ഇങ്ങനെയുള്ള ഡിസണൻസ് ഉള്ള സമയത്തും ഇന്ത്യയും റഷ്യയും തമ്മിൽ ഒരു ഗ്രിപ്പ് റീഅഫേം ചെയ്യുകയാണ് നമ്മൾ.
ഇന്ത്യയും റഷ്യയും തമ്മിൽ ഒരു ഗ്രിപ്പ് റീഅഫോം ചെയ്യാണ്, അതായത് ഫിക്സ് ചെയ്യാണ്, വീണ്ടും ഒന്ന് ഫിക്സ് ചെയ്തെടുക്കുകയാണ്. ബൈഡിങ് ഡീപ്പ് മൾട്ടി ഡെക്കേഡ് ടൈസ്. ഇന്നൊന്നും തുടങ്ങിയല്ല, ഒരുപാട് 10 വർഷങ്ങൾ, ഡെക്കേഡ് എന്ന് പറയുമ്പോൾ 10 ഇയേഴ്സിനാണ് ഡെക്കേഡ് എന്ന് പറയാം. അപ്പം മൾട്ടി ഡെക്കേഡ് ടൈസ് ഉണ്ട് ഇന്ത്യയും റഷ്യയും തമ്മിൽ. അതിങ്ങനെ പൊടിതട്ടി എടുത്തുകൊണ്ടിരിക്കുകയാണ്. അത് ഇപ്പോൾ ഒന്ന് നമുക്കൊന്ന് വീണ്ടും ഒന്ന് ചെയ്യാൻ പറ്റി, പുനർവിചിന്തനം എന്നൊക്കെ പറയില്ല, അല്ലെങ്കിൽ ഒന്ന് ടൈപ്പ് ആക്കി എടുക്കാൻ പറ്റി. ദാറ്റ് ബിൽഡ് കോൺഫിഡൻസ് ഇൻ ഈച്ച് അതർ. ഇന്ത്യക്ക് റഷ്യയ്ക്ക് ഇന്ത്യയോടും തമ്മിൽ ഈച്ച് അതർ രണ്ടുപേർക്കും തമ്മിൽ ഒരു എഗ്രിമെന്റിലോട്ടെത്താൻ, ഒരു കോൺഫിഡൻസ് കൊണ്ടുവരാൻ പറ്റി. ഒരു ഇമ്പോർട്ടൻ്റ് ആയ ഒരു ഡിഫൻസ് എഗ്രിമെന്റ് ഒക്കെ സൈൻ ചെയ്യാനൊക്കെ ഇത് കാരണമായി എന്നാണ് പറയുന്നത്. അപ്പോൾ അതാണ് റഷ്യയും ഇന്ത്യയും തമ്മിലുള്ള ഒരു കാര്യം. ലെറ്റ്സ് മൂവ് ഓൺ. മോസ്കോ ഹാസ് അഗ്രീഡ് ഓൺ 10-year മിലിറ്ററി ടെക്നിക്കൽ. അപ്പോൾ എന്താ എഗ്രിമെന്റിൽ നടത്തിയെന്ന് കൂടെ നോക്കാം. മോസ്കോ ഹാസ് അഗ്രീഡ് ഓൺ 10-year മിലിറ്ററി ടെക്നിക്കൽ പ്ലാൻ that includes technology transfer to India and trade received will through an agreement for India to produce more than 6 crore Kalashnikov assault rifles for India's part, despite resistance from Washington through its countering America's adversities through Sanctions Act. New Delhi will proceed with purchasing that S-400 missile defense system from Moscow. അപ്പോൾ നമുക്ക് മോസ്കോ, നമ്മുടെ റഷ്യയിലെ ക്യാപിറ്റൽ മോസ്കോ ആയിട്ട് നമുക്ക് എന്താ ബന്ധമുള്ളത്? ശരിക്കും എന്താ അത്? ടെക്നിക്കൽ സപ്പോർട്ട്, മിലിറ്ററി ടെക്നിക്കൽ പ്ലാന്, 10-year മിലിറ്ററി പ്ലാന് സൈൻ ചെയ്തു, എഗ്രി ചെയ്തിട്ടുണ്ട് അവർ. എന്താ വെച്ചാൽ നമുക്ക് ടെക്നോളജി അവർ പ്രൊവൈഡ് ചെയ്യാം എന്നവർ പറഞ്ഞിട്ടുണ്ട്. 10-year മിലിറ്ററി ടെക്നിക്കൽ പ്ലാൻ ഉണ്ട് കേട്ടോ. അതായത് ഓർക്ക് ഇന്ത്യയിലേക്ക് ടെക്നോളജി, അതിൽ ടെക്നോളജിയും അടക്കമുള്ള ടെക്നിക്കൽ അവർ പ്രൊവൈഡ് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, സോ അതൊരു ബൂസ്റ്റ് ശരിക്കും നമ്മളെ സംബന്ധിച്ച്. ഈ ഒരു എഗ്രിമെന്റ് ഇന്ത്യക്ക് ഒരു ബൂസ്റ്റ് തന്നെയാണ്. മാത്രമല്ല എത്രത്തോളം നോക്കി, 6 ലക്ഷം 6 lakh ഓളം എന്താണ് ഇത് കൊണ്ടുവരാൻ പറ്റും നമുക്ക്, റൈഫിൾസ് നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. ഇന്ത്യക്ക് പ്രൊഡ്യൂസ് ചെയ്യാനുള്ള ഒരു ഇതും അവർ കൊടുത്തിട്ടുണ്ട്, എഗ്രിമെന്റ് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്കറിയാം റഷ്യ വെപ്പൺട്രിയിൽ ഭയങ്കര എന്താണ് അഡപ്റ്റ് ആണ്, ദേ ആർ സ്കിൽഫുൾ, വെരി മച്ച് ടാലന്റഡ്. അപ്പോൾ ഈ വെപ്പൺസിനെ പറ്റിയൊക്കെ പറയുമ്പോൾ റഷ്യ അതിനെ പറ്റി കേട്ടിട്ടുണ്ടാവുമായിരിക്കും. സോ ദാറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ അതുകൊണ്ട് ഇന്ത്യയായിട്ടൊരു റിലേഷൻഷിപ്പ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇന്ത്യക്ക് ആ റിലേഷൻഷിപ്പ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ ഇന്ത്യയുടെ പാർട്ടിൽ വെച്ച് നോക്കുമ്പോൾ, ഇന്ത്യയുടെ പാർട്ടിൽ ഓർക്കുവാണെങ്കിൽ വാഷിംഗ്ടണിൽ നിന്ന് റെസിസ്റ്റൻസ് ഉള്ള സമയത്തും ഒരു എതിർപ്പുള്ള സമയത്തും അമേരിക്കയായിട്ടുള്ള, കാരണം വെച്ചാൽ ഈ അമേരിക്കയും റഷ്യയും നമ്മൾ ഒരുമിച്ച് പോകില്ലാത്തതുകൊണ്ട് ദർ ഇസ് എൻ ആക്ട് കൗണ്ടറിങ് അമേരിക്കാസ് അഡ്വേഴ്സറീസ്. അമേരിക്കയുടെ അഡ്വേഴ്സറീസ്, അഡ്വേഴ്സറി എന്ന് പറഞ്ഞാൽ എനിമീസ് ആണ്, എനിമീസ് ത്രൂ സാങ്ഷൻസ് ആക്ട്. അപ്പോൾ ആ ആക്ട് പ്രകാരം അമേരിക്കയുടെ ശത്രു എന്ന് പറഞ്ഞാൽ റഷ്യ ശത്രുവാണ് പ്രകാരം വിത്ത് പർച്ചേസിങ് S-400 മിസൈൽ ഡിഫൻസ് സിസ്റ്റം ഫ്രം മോസ്കോ. അപ്പോൾ അതനുസരിച്ച് നമുക്ക് ഈ പറയുന്ന റഷ്യയിൽ നിന്ന് ഡിഫൻസ് സിസ്റ്റത്തിൽ മിസൈൽ നമുക്ക് ഇത് ചെയ്യാൻ പറ്റും, പർച്ചേസ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മുടെ ഡിഫൻസ് സിസ്റ്റത്തിൽ നമുക്ക് ഇന്ത്യയെ സംബന്ധിച്ച് ഇന്ത്യയുടെ മിലിറ്ററി കൂപ്പ് കുറച്ചുകൂടി നമുക്ക് എഫിഷ്യൻ്റ് ആക്കാൻ റഷ്യയുടെ വെപ്പൺട്രി നമ്മളെ ഹെൽപ്പ് ചെയ്യും. ഓൾ റൈറ്റ്. സോ അതാണ് ഇവിടെ ഓദർ പറഞ്ഞു നിൽക്കുന്നത്. അപ്പോൾ അതാണ് റഷ്യയും ഇന്ത്യയും തമ്മിലുള്ള ഒരു ബന്ധത്തെ പറ്റി ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. അതിൻ്റെ ബിറ്റ്വീൻ അതിൻ്റെ സൈഡിൽ ചൈന ആയിട്ടുള്ള ഒരു പ്രോബ്ലം, US ആയിട്ടുള്ള പ്രോബ്ലം ഒക്കെ ഒന്ന് ആലോചിച്ച് വേണം. ഓക്കെ, സോ അനദർ വൺ, ഇന്ത്യക്ക് ചൈനയും വേണം, ഇന്ത്യക്ക് റഷ്യയും വേണം. എന്നാൽ ചൈന യൂസ് വിട്ടുകളയാൻ പറ്റുമോ? അതും പറ്റില്ല. ദാറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, ഓർത്ത് നോക്കുക. ദ ചാലഞ്ചസ് ഫേസിംഗ് മിസ്റ്റർ മോഡി ആൻഡ് പുടിൻ ഇൻ ടേംസ് ഓഫ് മെയിൻറ്റെയിനിങ് ദിസ് മൊമെന്റം ഇൻ ബയലാറ്ററൽ എക്സ്ചേഞ്ചസ് ആർ. അപ്പോൾ ഈ ഒരു പേസ്, ഈ ഒരു മൊമെന്റം കീപ്പ് ചെയ്യുക എന്ന് പറയുന്നത് ഒരുപാട് ചലഞ്ചസ് ഉണ്ട് അല്ലേ? ഒരുപാട് ചലഞ്ചസ് ഇവർ രണ്ടുപേരും ഫേസ് ചെയ്യുന്നുണ്ട്. അതായത് റഷ്യയിലെ പ്രസിഡന്റിനും നമ്മുടെ മോദി PM-നും ഒരുപാട് ചലഞ്ചസ് ഫേസ് ചെയ്യണം ഈ ഒരു ഇത് കൊണ്ട്. ഇറ്റ് ഈസ് മൾട്ടി ഡയമെൻഷണൽ. ഈ ചലഞ്ചസ് എന്ന് പറഞ്ഞാൽ പല രീതിയിലുണ്ട് നമുക്ക് ചലഞ്ചസ്, എല്ലാം പല കൺട്രീസുമായിട്ടുള്ള ഇതുണ്ടല്ലോ, അലയൻസ് ഉണ്ടല്ലോ. അതുകൊണ്ട് ഫസ്റ്റ് ആൻഡ് മോസ്റ്റ് ഏതൊക്കെയാന്ന് പറയാം. അപ്പോൾ ഓരോന്ന് ഏതൊക്കെയാന്ന് പുള്ളി പറയാണ്. ഫസ്റ്റ് ആൻഡ് മോസ്റ്റ് ഇമിനൻ്റ്ലി, ദി പാൻഡമിക് ഹാസ് periodically crippled the growth of both economies and threats to public health remain despite considerable progress with vaccinations. Second, Russia-US ties are showing signs of fraying yet again, the time over US President Joe Biden's intention reportedly to warn Mr. Putin that Russia will face economy-jarring sanctions if it seeks to occupy Ukraine, a fear that has grown in the US. And Russian troops massed near the Ukraine border. India has far held firm to its mantra of strategic autonomy in a okay. അപ്പോൾ ആദ്യം എന്തൊക്കെ ചലഞ്ച് ഉള്ളത് നമുക്ക് ഓൾറെഡി നോക്കാം, ഒന്ന് നോട്ട് ചെയ്ത് പോകാവേ ആദ്യത്തെ. അപ്പോൾ ആദ്യത്തെ ചലഞ്ച് വെച്ചാൽ പാൻഡമിക് വന്നതിനെ പിന്നെ ശരിക്കും പറഞ്ഞാൽ മൊത്തം ക്രിപ്പിൾഡായി, മൊത്തം നശിച്ചുകൊണ്ടിരിക്കുക. ഇറ്റ്സ് റൂയിൻഡ് ദ ഗ്രോത്ത് ഓഫ് ബോത്ത് എക്കോണമീസ്. ഇന്ത്യയും
എടുത്തോ. അതുപോലെ റഷ്യ എടുത്തു. ഇന്ത്യ റഷ്യ 2 എക്കോണമീസും നല്ല രീതിയിൽ ക്ഷയിച്ചു, ക്രിപ്പിൾഡായി, റൂയിൻഡായി ഡ്യൂ ടു ദ പാൻഡമിക്. പീരിയഡിക്കലി നല്ല മാറ്റം വന്നിട്ടുണ്ട്. ആൻഡ് അതുപോലെ തന്നെ ഒരുപാട് ത്രെറ്റ്സ് ഉണ്ട് ടു പബ്ലിക് ഹെൽത്ത്. നമുക്ക് പബ്ലിക് ഹെൽത്തിനെ എടുക്കുവാണെങ്കിൽ അതിന് ഒരുപാട് പ്രോബ്ലങ്ങൾ നമ്മൾ ഫാക്സ് ചെയ്യുന്നു. ഈ വാക്സിനേഷൻ്റെ കാര്യത്തിൽ നമുക്ക് പ്രോഗ്രസ് ഉണ്ടെങ്കിൽ പോലും ഒരുപാട് ബുദ്ധിമുട്ടുകൾ നമ്മൾ ഫേസ് ചെയ്യുന്നുണ്ട്. അതാണ് ആദ്യത്തെ പ്രോബ്ലം. രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാൽ ഇന്ത്യയും USA തമ്മിലുള്ള ടൈസ് ഈയിടെയായിട്ട് ഒന്ന് വോൺ ഔട്ട് ചെയ്തുകൊണ്ടിരിക്കുക, അങ്ങ് ഡിം ചെയ്ത് ആയിക്കൊണ്ടേ ഇരിക്കുവാണ്. കാര്യം എന്താ? വീണ്ടും എന്തുകൊണ്ടാണ് കാര്യം വെച്ചാൽ പ്രസിഡന്റ് ജോ ബൈഡൻ ഒന്ന് വോൺ ചെയ്തായിരുന്നു പുടിനോട്, വേണ്ട നമ്മുടെ ഉക്രൈൻ കയറി ഒക്യുപ്പൈ ചെയ്യുന്ന പരിപാടി വേണ്ട എന്ന് പറഞ്ഞായിരുന്നു. ഉക്രൈനിൽ കഴിഞ്ഞ ദിവസം ഒരു ഉക്രൈൻ ബോർഡർ പ്രശ്നത്തെ പറ്റി നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെച്ചില്ലായിരുന്നു അത്. എന്നാൽ അതേ പ്രശ്നമാണ് റഷ്യൻ ട്രൂപ്സ് എല്ലാം കൂടെ മാസ് ചെയ്തുകൊണ്ടിരിക്കണം, അക്യുമുലേറ്റ് ചെയ്തുകൊണ്ട് എല്ലാവരും കൂടി ഒന്ന് അക്യുമുലേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്കറിയാം അക്യുമുലേറ്റ് ചെയ്യുക എന്ന് പറയുമ്പോൾ ഓർക്കുക എല്ലാവരും കൂടെ ഒന്ന് തമ്പടിക്കുക. ഉക്രൈൻ ബോർഡറിൽ വന്ന് തമ്പടിക്കുമ്പോൾ തന്നെ ഓർക്കുക അവരത് കൈയെടുക്കാനുള്ളൊരു പ്ലാനിലാണ്. അപ്പോൾ അത് കൊണ്ട് ബൈഡൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്, വേണ്ട പുടിനെ വേണ്ട ഈ പരിപാടിക്ക് നിൽക്കണ്ട എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ തമ്മിലുള്ള ഒരു ചെറിയൊരു പോരായ്മ, എന്താ പറയുക, ഒരു വഴക്ക് ഉണ്ട്. അവർ തമ്മിലുള്ള ടൈ വീണ്ടും റഷ്യയും USA തമ്മിലുള്ള ടൈ വീണ്ടും ഒന്ന് തീർന്നു, ഒന്ന് ക്ഷയിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് രണ്ടാമത്തെ പോയിന്റ്. അപ്പോൾ ഇതെല്ലാം ഉള്ളപ്പോൾ ഇന്ത്യക്ക് റഷ്യയും മണക്കാൻ പറ്റില്ല, USA മണക്കാൻ പറ്റില്ല. അതാണ് പ്രശ്നം. അതാണ് രണ്ടാമത്തെ പ്രോബ്ലം ഇവിടെ. അപ്പോൾ ഇന്ത്യ എന്താ ഒരു സ്ട്രാറ്റജിക് ഓട്ടോണമിയാണ് നോക്കുന്നത്. ഇന്ത്യക്ക് ആ മേൽക്കോയ്മ വേണം താനും, എന്നാൽ സ്ട്രാറ്റജിക്ക് കളിച്ചില്ലെങ്കിൽ പണി പാളുകയും ചെയ്യും. ഇനി മൾട്ടിപോളാർ വേ, ഒരു പോളിൽ നിന്ന് 2 പോളേ ഉള്ളൂ, അല്ല മൾട്ടിപോളാണ് നമുക്കുള്ളത്. അപ്പോൾ റഷ്യ പവർഫുൾ ആണ്, USA പവർഫുൾ ആണ്, ചൈന പവർഫുൾ ആണ്. 2 പോൾസ് സൗത്ത് ആൻഡ് നോർത്ത് പോൾ അല്ല, നമുക്ക് വീണ്ടും കുറേ പോൾസ് ഉണ്ട് ഇവിടെ പവർഫുൾസ് ആയിട്ടുള്ള. ബട്ട് South bloc will have to work hard to manage tightrope between Moscow and Washington. Third, India and China have forged an uneasy truce across the Himalayan border in their aftermath of the Galvan Valley exchange in 2020. Yet there are numerous potential flashpoints that could send ties in a spiral again, including China's historically provocative actions in the South China Sea and its thinly veiled insecurity about India joining the Quad for Indo-Pacific security. Moscow has adroitly managed to remain friends with both its mega neighbors. അപ്പോൾ പറഞ്ഞു വരുന്നത് നോക്കിക്കുക എന്താണ്, നമുക്ക് മൂന്നാമത്തെ പ്രശ്നം ഈ ചൈനയായിട്ടുള്ളത് മൾട്ടിപോളാർ ആണെന്ന് പറഞ്ഞില്ലേ, അതാണ് മൂന്നാമത്തെ കാര്യം. അതിന് മുമ്പ് പറയാണ് നമ്മുടെ ഇന്ത്യ എന്ത് ചെയ്യണം, കൃത്യമായിട്ട് നല്ല കഷ്ടപ്പെട്ടാലേ ഒരു ഈ മോസ്കോവും വാഷിങ്ടണുമായിട്ട്, മോസ്കോ എന്ന് പറയുമ്പോൾ റഷ്യയുമായിട്ടുള്ളത്, USA ആയിട്ടുള്ള വാഷിങ്ടണുമായിട്ടുള്ള ഒരു ടൈറ്റ് റോപ്പിലാണ്, ഒരു ഞാണിന്മേൽ കളിയാണ്. ടൈറ്റ് റോപ്പ് ആക്ട് എന്ന് പറഞ്ഞിട്ട് ഞാണിന്മേൽ കളിയാണ്. ഇപ്പം നമുക്കറിയില്ലേ ഈ അഭ്യാസികളൊക്കെ റോപ്പ് കെട്ടിയിട്ടുള്ള പരിപാടിയില്ലേ, ആ റോപ്പ് കെട്ടിയിട്ടുള്ള പരിപാടി എന്ന് പറയുമ്പോൾ വീണ മൊത്തത്തിൽ തകരാറാവും, ഇല്ലെങ്കിൽ ബാലൻസ് ചെയ്ത് പോവാം. ഇവർ രണ്ടും ബാലൻസ് ചെയ്ത് പോകണം എന്ന് പറഞ്ഞാൽ വലിയൊരു പരിപാടി തന്നെയാണെന്നാണ് പറയുന്നത്. ആൻഡ് തേർഡ് വൺ, ഇന്ത്യ മൂന്നാമത്തെ നോക്കേണ്ടത് ആരെയാണ്? ഇന്ത്യക്ക് മൂന്നാമത്തെ പ്രശ്നം ഇസ് ചൈന. ചൈന വലിയൊരു പ്രശ്നമാണ്. ഇറ്റ്സ് അനദർ ഇൻവിൻസിബിൾ പവർ. അപ്പോൾ അതുകൊണ്ട് ചൈനയിലുള്ള പ്രശ്നം എന്ന് വെച്ചാൽ ചൈനയായിട്ട് ഒരു ട്രൂസിൽ വന്നുകൊണ്ടിരിക്കുകയാണ്, തൽക്കാലത്തേക്ക് ഒന്ന് ബിൽഡ് ചെയ്തെടുക്കുകയാണ്. നമ്മളൊരു ട്രൂസ് ബിൽഡ് ചെയ്ത് എടുത്തുകൊണ്ടിരിക്കുകയാണ്, ഒരു പീസ് കൊണ്ടുവരികയാണ് ഹിമാലയൻ ബോർഡേഴ്സിൽ. നമ്മളുടെ തൊട്ടടുത്താണല്ലോ, ഏഷ്യനാണല്ലോ. അതുകൊണ്ട് ഈ ഗാൽവൻ വാലി എക്സ്ചേഞ്ചിൻ്റെ 2020 കഴിഞ്ഞിട്ട് നമ്മളൊരു സമാധാനത്തിൽ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ പോലും അത് പിന്നെയും തിരിച്ച് സ്പൈറലായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. വീണ്ടും അതൊരു പ്രോബ്ലത്തിലോട്ട് വരികയാണ്. കാരണം ചൈന എന്ന് പറഞ്ഞാൽ ഹിസ്റ്റോറിക്കലി പ്രൊവക്കേറ്റീവ് ആണ്. അവർക്ക് പ്രൊവക്കേറ്റീവ് ആക്ഷൻസ് എടുത്തിയാടി തീരുമാനങ്ങൾ എടുക്കാൻ ചൈന വളരെ മിടുക്കരാണ്. അപ്പം നമുക്കറിയാം സൗത്ത് ചൈന സീ ആ ഭാഗത്തോട്ട് നോക്കുക. മാത്രമല്ല ഇൻസെക്യൂരിറ്റി എന്ന് പറയുന്നത് വളരെ അവരുടെ എന്ന് പറഞ്ഞാൽ തിൻലി വെയിൽഡ് ആയിട്ടുള്ള ഇൻസെക്യൂരിറ്റി, അതായത് തിൻലി വെയിൽഡ് എന്ന് പറഞ്ഞാൽ കവേർഡ് അല്ല, നമുക്ക് കാണാം. ഇറ്റ്സ് എവിഡന്റ് ആയിട്ടുള്ള ഇൻസെക്യൂരിറ്റി നമുക്ക് കാണാൻ പറ്റും ചൈനയുടെ. വെൻ ഇന്ത്യ ജോയിൻഡ് ക്വാഡ് ഇതിൽ യൂണിയനിൽ നമ്മുടെ ഇന്ത്യ ജോയിൻ ചെയ്തപ്പോഴേ തന്നെ ആർക്കായി നമ്മുടെ ചൈനയ്ക്ക് അതങ്ങ് ഇഷ്ടപ്പെട്ടിട്ടില്ല. ബിക്കോസ് അത് നമ്മുടെ ഇൻഡോ പസഫിക് സെക്യൂരിറ്റിക്ക് വേണ്ടിയാണ് ജോയിൻ ചെയ്തെന്ന് ഓർക്കണം. അപ്പോൾ ആ ക്വാഡിൽ ജോയിൻ ചെയ്യുക എന്ന് പറയുമ്പോൾ 4 കൺട്രീസ് തമ്മിലുള്ള ക്വാഡിൽ ജോയിൻ ചെയ്യുക എന്ന് പറയുമ്പോൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കിയേ. അവിടെ തന്നെ നമ്മുടെ ചൈനയ്ക്ക് അത് ഇഷ്ടപ്പെട്ടില്ല. ആ ഒരു ബുദ്ധിമുട്ട് ഉണ്ട്, ഇന്ത്യയുമായിട്ടൊരു ചെറിയൊരു ചേർച്ചയില്ലായ്മയുണ്ട്. അത് വലിയൊരു പ്രോബ്ലമാണ്. അപ്പോൾ ഈ പറയുന്ന മെഗാ നെയ്ബേഴ്സുമായിട്ടുള്ള ഇന്ത്യയുടെ ആ ഒരു ബന്ധം, ഫ്രണ്ട്ഷിപ്പ് ഒക്കെ ഇച്ചിരി പ്രശ്നമാരായിട്ട് നിൽക്കുന്നു എന്നുള്ളതാണ് വേറൊരു പ്രോബ്ലം. ബട്ട് ഇറ്റ് വിൽ റിക്വയർ എ റോബസ്റ്റ് ഫോക്കസ് ഓൺ കോൺഫിഡൻസ് ബൂസ്റ്റിംഗ് കോപ്പറേറ്റീവ് ഇനിഷ്യേറ്റീവ്സ് ഇന്ത്യ and Russia are to safely navigate the complex geopolitical landscape that they occupy. അപ്പോൾ ഓർക്കേണ്ട കാര്യം വെച്ചാൽ ഇന്ത്യയും റഷ്യയും തമ്മിൽ നന്നായിട്ട് പോകുന്നത് വളരെ നല്ല കാര്യമാണ്. പക്ഷേ ശ്രദ്ധിക്കണം, ഇറ്റ് മസ്റ്റ് ബി സ്ട്രോങ്, ഇറ്റ് മസ്റ്റ് റിക്വയർ പവർഫുൾ ഫോക്കസ്. ഒരു പവർഫുൾ ഫോക്കസിൻ്റെ ആവശ്യമുണ്ട്. കോൺഫിഡൻസ് ബൂസ്റ്റ് ചെയ്യുക, കോപ്പറേറ്റീവ് ഇനിഷ്യേറ്റീവ് കൊണ്ടുവരിക, ആൻഡ് സേഫ് ആയിട്ട് നാവിഗേറ്റ് ചെയ്യുക.
ഒന്ന് നാവിഗേറ്റ് എന്ന് പറയുമ്പോൾ തന്നെ അറിയില്ലേ, നമ്മൾ സ്റ്റിയർ ചെയ്യും, നമ്മൾ നാവിഗേറ്റ് ചെയ്യുന്ന പറഞ്ഞാൽ എന്താ അർത്ഥം? നമ്മൾ ഇതിലെ കൂടെ ഇങ്ങനെ ഒരു എന്താ നമ്മൾ ഈ കോമ്പസ് ഒക്കെ യൂസ് ചെയ്തിട്ട് നമ്മൾ ചെയ്യില്ലേ, നമ്മളൊന്ന് നാവിഗേറ്റ് എല്ലാം നിരീക്ഷിച്ച് വേണം നമ്മൾ പോകാനായിട്ട്. ബിക്കോസ് ഇറ്റ് ഈസ് എ വെരി കോംപ്ലെക്സ് പ്രോസസ്സ്. നമ്മുടെ എന്താ റഷ്യയ്ക്കും ചൈനയ്ക്കും USA തമ്മിൽ ഒരുപാട് ബന്ധങ്ങളുണ്ട്. സോ അവരെ ആരെയും പിണക്കാതെ വേണം ഇന്ത്യ ഇവരുമായിട്ടൊരു ഈ റഷ്യയുമായിട്ടൊരു കോൺഫ്ലിക്റ്റ് ഇല്ലാതെ പോകാനായിട്ട്. സോ ദാറ്റ് ഇസ് എ ഹെർക്യൂലിയൻ ടാസ്ക്, ഐ സേ യാ വെരി ഡിഫിക്കൽട്ട് ടാസ്ക്. അപ്പോൾ ആ ടാസ്കിനെ പറ്റിയാണ് ഇവിടെ ഓദർ പറഞ്ഞു കൊടുക്കുന്നത്. ഇറ്റ്സ് ലൈക്ക് എ ക്രിട്ടിക്കൽ അല്ല, യു ക്യാൻ സേ അനലിറ്റിക്കൽ എസ്സേ എന്ന് പറയും. സോറി, അനലിറ്റിക്കൽ എസ്സേ അല്ല, അനലിറ്റിക്കൽ ആയിട്ടുള്ള ഒരു ടോണിലാണ് ഇത് കൊടുത്തേക്കുന്നത്. ക്രിട്ടിക്കൽ അല്ല, അനലിറ്റിക്കൽ ടോൺ. ഓക്കെ, ദാറ്റ്സ് ഇറ്റ്. ക്ലിയർ ആയെന്ന് വിശ്വസിക്കുകയാണ്. ഓക്കെ, ഓൾ റൈറ്റ്. അതെ 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 അതെ, ഫോൺ ശരിയായില്ല നിമ്മി, ഇല്ലെന്നേ, ശരിയായില്ല. ശരിയാവുമായിരിക്കും, അടുത്ത ദിവസം പോയി മേടിക്കണം. എന്തായെന്നുള്ള കാര്യം അറിയത്തില്ല. അവരെ വിളിച്ചിട്ട് ഇന്നലെ അവർ എടുത്തൂല. അപ്പം അതുകൊണ്ട് നാളെ എന്തായാലും പോയി മേടിക്കാം. നാളെ ആകുമ്പോൾ 4 വർക്കിംഗ് ഡേയ്സ് ആവും. അപ്പോൾ എനിക്ക് പോയി മേടിക്കാം. സോ ലെറ്റ്സ് സീ. അപ്പം നമുക്ക് ആർട്ടിക്കിൾ മനസ്സിലായെന്ന് വിശ്വസിക്കുവാണ്. അപ്പം ഇന്ത്യയും ചൈനയും തമ്മിലുള്ള ഇന്റർനാഷണൽ റിലേഷൻഷിപ്പിനെ പറ്റി വരുമ്പോൾ ഒരുപാട് ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾ എഴുതി. ഇപ്പം അങ്ങനെ ഒരു ചോദ്യം ചോദിക്കുവാണെങ്കിൽ നിങ്ങൾക്കറിയാം, ഇപ്പം നമുക്ക് ഒരു കാര്യം കിട്ടി. ഇന്ത്യ തമ്മിലുള്ള റിലേഷൻഷിപ്പിനെ പറ്റി വന്ന ഇന്ത്യ ചൈന തമ്മിലുള്ളത് നോക്കണം, USA തമ്മിലുള്ള നോക്കണം, ആൻഡ് റഷ്യ തമ്മിലുള്ള നോക്കുക. ഇത്രയും കാര്യങ്ങൾ നമ്മൾ എഴുതുക. നമുക്ക് എഴുതിയാൽ തന്നെ നമുക്ക് ആവശ്യത്തിന് നല്ലൊരു എസ്സേ കൊണ്ടുവരാൻ പറ്റും. അപ്പോൾ ഒന്ന് ഫോക്കസ് ചെയ്താൽ മതി. ഇതൊക്കെ ഈ ഒരു പോയിന്റ് ഒക്കെ ഒന്ന് എഴുതി നോട്ട് ചെയ്തൊന്ന് ഫോക്കസ് ചെയ്ത് പോയാൽ മതി. ഓക്കെ, so that is right, I guess. Moving on to next one. Nokam. Spot the question. Yesterday spot the question nokike. The verdicts that relate to cases dealing to incitement against the military and for breaching COVID laws are frighteningly farcical. എന്താണ് ഇവിടുത്തെ എറർ പറയാമോ? എറർ പറഞ്ഞേ, കഴിഞ്ഞ ദിവസത്തെ എറർ പറഞ്ഞേ. ക്രിട്ടിക്കൽ ആണെങ്കിൽ നമുക്ക് ക്രിട്ടിക്കൽ ആണെങ്കിൽ എന്താണെന്നറിയോ? ക്രിട്ടിക്കൽ ആണെങ്കിൽ നമ്മൾ എന്താ ചെയ്യുക വെച്ചാൽ നമ്മുടെ ഓദർ എന്ത് ചെയ്യും, കൂടുതലും നമ്മുടെ ഡീമെറിറ്റ്സ് എടുത്ത് പറയും, പോയിന്റ് ഔട്ട് ചെയ്ത് പറയും, ഇത് ചെയ്തത് ഇങ്ങനെ ആയിപ്പോയി, ഇത് തെറ്റാണെന്നുള്ള രീതിയിൽ എടുത്ത് പറയും. ദാറ്റ് ഈസ് ക്രിട്ടിക്കൽ. ആർഗ്യുമെന്റേറ്റീവ് ആണ്. ഒരു കാര്യം എഗൻസ്റ്റ് ആയിട്ട് വരണമെങ്കിൽ വരാം. ക്രിട്ടിക്കൽ ആയിട്ട് വരുമ്പോൾ ഈ പറയുന്ന കൃത്യമായിട്ട് ഡീമെറിറ്റ് എടുത്ത് പോയിന്റ് ഔട്ട് ചെയ്ത് പോകും. ദാറ്റ് ഈസ് ക്രിട്ടിക്കൽ. ബട്ട് ഇവിടെ പോയിന്റ് ഔട്ട് ചെയ്യുകയല്ല ചെയ്ത്, ആ വശവും ഈ വശവും എല്ലാം എടുത്ത് അനലൈസ് ചെയ്തൊരു എസ്സെയാണ്. സോ ദാറ്റ് ഈസ് അനലിറ്റിക്കൽ ആയി വരുന്നത്. കേട്ടോ? യാ, വെരി ഗുഡ്. ഡീലിംഗ് ടു ഒന്ന് ഒരിക്കലും വരാം. ഡീൽ വിത്ത് ഇറ്റ്, ഡീൽ വിത്ത് ദ പ്രോബ്ലം എന്ന് നമ്മൾ പറയാം. ഡീൽ വിത്ത് എനിത്തിങ് അല്ലേ? deal with the verdicts that relate to cases dealing with incitement against the military and for breaching COVID laws are frighteningly farcical. Dealing with ആണ്. Very good everyone, very good. But deal എന്ന വേർബിന്റെ കൂടെ എപ്പോഴും വരുന്ന ഫിക്സഡ് പ്രിപ്പോസിഷൻ, ഇത് ഫിക്സഡ് പ്രിപ്പോസിഷനിലെ ഒരു ചോദ്യം. ഇന്നലെ ഞാനൊരു ഫിക്സഡ് പ്രിപ്പോസിഷൻ തന്നായിരുന്നു. എഗ്രി ടു സംതിങ് അല്ല, എഗ്രി ടു സംതിങ് ആൻഡ് എഗ്രി വിത്ത് സംബഡി. കേട്ടോ? ഫിക്സഡ് പ്രിപ്പോസിഷൻസിൽ വരുന്നതാണ്. ഫിക്സഡ് പ്രിപ്പോസിഷൻ ഓരോന്നായിട്ട് ഇപ്പോൾ തരുന്നുണ്ട്. ഡെയിലി പഠിച്ചു വെച്ച് വെക്കോട്ടാ, കുറച്ച് പഠിച്ചു വെക്കോ. അങ്ങനെയാണെങ്കിൽ നമ്മൾ അബൈഡ്, കൺഫേം ടു ഒക്കെ നമ്മൾ കഴിഞ്ഞ് പറഞ്ഞ ഓർമ്മയില്ലേ? അബൈഡ് ബൈ, കൺഫേം ടു എന്നുള്ളതൊക്കെ നമ്മൾ പറഞ്ഞ ഓർമ്മയുണ്ടോ? സോ സെയിം വേയിൽ നമ്മൾ നോക്കുവാണ്. ഓക്കെ, കംപ്ലൈ വിത്ത് ഒക്കെ. അതുപോലെ നമ്മൾ ഫിക്സഡ് പ്രിപ്പോസിഷൻ ഡീൽ വിത്ത് ആണ് എപ്പോഴും വരിക. അതുപോലെ ഓർത്ത് വെച്ചോളൂ, അഗ്രീഡ് കൂടെ വിത്ത് സംബഡി ആൻഡ് അഗ്രി ടു എന്നുള്ളത് ഞാൻ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾ നോക്കുക അതിൽ. ആൻഡ് ടുഡേസ് സ്പോട്ട് ദ ക്വസ്റ്റൻ. ലെറ്റ്സ് സീ. പെർഹാപ്സ് ഇറ്റ് ഹാഡ് ബീൻ prescient of former Australian skipper Sevo to refer to India as the final frontier 2 decades ago. നോക്കിക്കേ, ഇതാണ് നമ്മുടെ വേർഡിക്റ്റ്. സിംഗുലർ അല്ല, വേർഡിക്ട്സ് പ്ലൂറൽ അല്ലേ? വേർഡിക്റ്റ് ഒന്ന്, ഒരാളുടെ വേർഡിക്ട്സ് രണ്ടാമത്തെ ഉണ്ട്, പ്ലൂറൽ ഉണ്ട് കേട്ടോ സൗമ്യ. നോക്കിക്കേ, അപ്പോൾ ഇതാണ് ക്വസ്റ്റൻ. ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്തോളൂ. Perhaps it had been prescient of former Australian skipper Sevo to refer to India as the final frontier 2 decades ago. അപ്പോൾ ഓർത്ത് വെക്കുക, എന്നിട്ട് ആൻസർ എനിക്ക് തരിക കോമന്റ് സെക്ഷനിൽ. താങ്ക് യു സോ മച്ച് എവറി വൺ. അപ്പോൾ നമ്മുടെ ചാനലിൽ ജോയിൻ ചെയ്യാത്തവരുണ്ടെങ്കിൽ ടെലിഗ്രാം ചാനൽ ജോയിൻ ചെയ്യുക. കേരള PSC ഷോർട്ട് സെലക്ഷൻ എന്നാണ് നമ്മുടെ ചാനലിന്റെ പേര്. ഞാൻ PDF ഒക്കെ നമ്മുടെ ചാനലിലോട്ട് ഇട്ടേക്കാം. നമ്മുടെ ഡെയിലി നമ്മുടെ എഡിറ്റോറിയലിന്റെ PDF ഒക്കെ ഇട്ടേക്കാം. സോ മറക്കണ്ട, നമ്മുടെ സെഷൻ 9 AM to 10 AM ഡെയിലി, മൺഡേ ടു ഫ്രൈഡേ. ഓക്കെ, സോ ഇഷ്ടപ്പെട്ടവരൊക്കെ ലൈക്ക് ചെയ്യാട്ടോ, മറക്കണ്ട അത്. അതുപോലെ തന്നെ എല്ലാവർക്കും താങ്ക് യു സോ മച്ച് ടു ജോയിൻ us ലൈവ്. അതുപോലെ തന്നെ താങ്ക് യു സോ മച്ച് ഫോർ യുവർ ഗുഡ് ആൻഡ് വൈബ്രന്റ് പാർട്ടിസിപ്പേഷൻ. ഓക്കെ, അതുപോലെ റെക്കോർഡ് കാണുന്നവർക്കും താങ്ക് യു സോ മച്ച്. സ്റ്റേ ട്യൂൺഡ് ആൻഡ് കണക്റ്റഡ്. അതുപോലെ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട. കോമെന്റ് സെക്ഷനിൽ നിങ്ങളുടെ ആൻസേഴ്സ്, സജഷൻസ്, ഡൗട്ട്സ് ഒക്കെ ഇടുക. ഓൾറൈറ്റ്, അപ്പോൾ ഷെയർ ഇറ്റ് അമംഗ് യുവർ ഫ്രണ്ട്സ്, ഫാമിലി മെമ്പേഴ്സ്, അതുപോലെ മറ്റ് ആസ്പിറൻസിലെല്ലാം എത്തിക്കുക.
അതുപോലെ നമ്മുടെ അഡ 24/7 ആപ്പ് ഡൗൺലോഡ് ചെയ്യാൻ മറക്കണ്ട. ആപ്പിൽ ഒരുപാട് ഗുണങ്ങളുണ്ട്. ഫ്രീ മോക്ക് ടെസ്റ്റുകൾ ലഭ്യമാകും. അതുപോലെ തന്നെ ഡെയിലി ഓരോ സബ്ജക്ട് വൈസ് ക്വിസസ് ലഭിക്കും നിങ്ങൾക്ക്. അതുപോലെ നോട്ടിഫിക്കേഷൻസ്, എക്സാംസിന്റെ റിസൾട്ട്സിനെ പറ്റിയുള്ള നോട്ടിഫിക്കേഷൻസ് ഒക്കെ പെട്ടെന്ന് കിട്ടും. നിങ്ങൾക്ക് അവിടെ നേരെ കയറി സൈറ്റിലോട്ട് കയറാൻ പറ്റും. ദാറ്റ്സ് എൻ ഇമ്പോർട്ടൻറ്റ് വൺ. അതുപോലെ തന്നെ യു ക്യാൻ ഓൾസോ ഗെറ്റ് വീക്ക്ലി കറണ്ട് അഫയേഴ്സ് PDF ആയിട്ട്. That's it. And ആരെങ്കിലും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ പരിഗണിക്കാം. Okay, so thank you so much everyone. Take care. Have a wonderful day.